വന്നിട്ടുള്ളത്. മുൻപ് ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടാണ് ഒരിക്കലുമില്ല ഡ്രോയിങ് പഠിച്ചിട്ടില്ല. പിന്നെ ചിത്രകല ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് നോക്കിയപ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വരെ അതിൽ ഏറ്റവും ലളിതമായ രീതിയിൽ സാർ മലയാളത്തില് തന്നെ തന്നത്, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ബുക്ക്. 25 ചെയ്തിട്ടുണ്ടോ? 25 കമ്മീഷൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അവരൊക്കെ എപ്പോഴും കണക്ഷൻ ഉണ്ടോ ചെയ്തു കൊടുത്തവരായിട്ട്? ഉണ്ട്. അവരുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാണ് വർക്കുകൾ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഒരു ഫീസ് എനിക്ക് തന്നല്ലോ, ആ ഫീസിനുള്ള വാല്യൂ ഇപ്പോൾ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ കൂടി ആ ഫീസിനുള്ള വാല്യൂ തിരിച്ചു കിട്ടിയായിരുന്നോ? പിന്നെ അതിലെന്താ സംശയം? ഞാൻ പറയട്ടെ, ഞാൻ സാറിനടുത്ത് വോയിസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ 2000 രൂപ 3 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, പേയ്മെന്റ് മാത്രം ചെയ്യാനുള്ളൂ. അപ്പോഴാണ് എന്റെ ഫോണ്, ഞാൻ ആ ഒരു ഫ്രണ്ടിന് ഞാൻ നമിക്കണം, ആരാണെങ്കിലും. അതായത് അവര് ആ ഹാക്ക് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ സാറിനോട്ട് വന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും അവരോട് നന്ദിയാണുള്ളത്. എല്ലാവരും അവരെ ചീത്ത വിളിക്കുക ചെയ്യുക, ഇവിടെ ചെയ്തു വെച്ച കാര്യം കൊണ്ട് ഞങ്ങളുടെ കൂടെ ലൈഫ് പോയി അങ്ങനെ ഞാൻ നമിക്കുകയാണ് ശരിക്കും, സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട്. അങ്ങനെ ഉള്ള ഒരാൾക്ക് ഈ ഫീസും ഈ ലൈഫ് ടൈമുള്ള ഗ്രൗണ്ട് സപ്പോർട്ട്, റെക്കോർഡ് വീഡിയോസ്, സാറേ ഞാൻ എന്താ പറയാ, ലോട്ടറി തന്നെ പറയാം. സത്യമായിട്ട് എന്റെ കാര്യങ്ങൾ ഞാൻ എന്നെ വിശ്വസിച്ചിട്ടില്ല. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ സാറും ഞാനും ഫേസ് ടു ഫേസ്, ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാണ്. അതായത് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കുന്നൊക്കെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാം. പിന്നെ എന്നെ ഈ നാട്ടില് കുറെ പേര്, ഞാൻ സാറിനോട് അന്നൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അഹങ്കാരി, വരയ്ക്കുന്ന അഹങ്കാരി എന്നൊരു പേരുണ്ട് എനിക്കിവിടെ. അതെന്തുകൊണ്ടാണെന്നറിയില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല. ഞാൻ വരയ്ക്കുന്നത് ആരോടും അങ്ങോട്ട് കയറി പറഞ്ഞ ആളാവാനും ശ്രമിച്ചിട്ടില്ല. എന്നെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളൂ, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഡെയിലി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേട്ട ഒരു പേരാണ്. അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട കാര്യം, മറ്റുള്ളവർ എന്തും നമ്മളെ പറഞ്ഞോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, മറ്റുള്ളവർ എന്തും നമ്മളെ പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ അടുത്ത് എന്താണ് പറയുന്നത്, അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുന്നത്? മറ്റൊരാൾ നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്താണ് നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിൽ എന്റെ പരമാവധി അധ്വാനം, സമയം, ഡെഡിക്കേഷൻ, ഇനി അതിന്റെ പേരുകൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ഇതിൽ തന്നിരിക്കുന്നു, ഉറപ്പാണ്. ഞാൻ എന്ത് നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാനത് അവിടെ ഇരിക്കും. ഞാൻ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ആർട്ടിലേക്ക് വന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഗുരു. നമസ്കാരം, ഒരിക്കൽ കൂടി നമ്മുടെ സ്റ്റുഡൻറ് സക്സസ് ജേണിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയായ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന, സക്സസ് എന്ന് പറയുന്ന സമയത്ത് അത് മൈൻഡ് സെറ്റിലായിരിക്കാം, സ്കിൽ സെറ്റിലായിരിക്കാം, അങ്ങനെ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ സക്സസ് ജേണി ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ ചെയ്തിരുന്ന സമയത്ത്, ആദ്യമായിട്ട് യൂട്യൂബിൽ മലയാളം വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ ആദ്യം സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരുന്നു, ഐ ആം എൻ ആർട്ടിസ്റ്റ്, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് ശരിക്കും എൻ്റെ സ്റ്റുഡൻസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, പലർക്കും അത് ക്ലാരിറ്റി ഇല്ലാതെ ആയിരിക്കും ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഡ്രോയിങ് പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങൾ എങ്ങനെ നേടിയെടുക്കാം, അത് ആർട്ട് റിലേറ്റഡ് ഏത് സ്വപ്നമാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിലി മീറ്റിംഗ്, നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി വീക്കിലി മീറ്റിംഗ് ചെയ്യും, ഞായറാഴ്ചകളിലാണ് വീക്കിലി മീറ്റിംഗ് നടക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീക്കിലി മീറ്റിംഗ് എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ച ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം റിവാർഡ് കരസ്ഥമാക്കി, കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് സുജു മുരളി നമ്മുടെ ഒപ്പം ഉള്ളത്. ഇപ്പം മാമിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, എന്തൊക്കെയാണ് ഡ്രീം ചോദിച്ച് മനസ്സിലാക്കാം, നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ചോദിച്ച് മനസ്സിലാക്കാം. അതിനൊക്കെ മുമ്പായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഫുൾ നെയിം പറയാം, എവിടെ നിന്ന് വരുന്നത്, എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാന് പാലക്കാട്, ഡിസ്ട്രിക്ട് പാലക്കാടാണ്. അപ്പോ ഒരു ഹൗസ് വൈഫ്, സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 2 കുട്ടികള്, ഹസ്ബൻഡ് കാർപ്പൻട്രി വർക്കാണ്. എന്താ പറയാ, ഒരു സാധാരണ മിഡിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ. പിന്നെ ജോയിന്റ് ഫാമിലിയാണ്, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളുടെ വീട്ടില് 10 മെമ്പേഴ്സ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ബ്രദറും എല്ലാവരും ആയിട്ട് 10. അപ്പൊ അത് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ഗോളിൽ പെടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം സാറിന്റെ അടുത്ത്. അപ്പോ അങ്ങനെ ഹാപ്പി ഫാമിലിയാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടാണ്. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായാലും എന്റെ സ്വന്തം വീട്ടിൽ നിന്നായാലും ഒരുപാട്. ഇതിന്റെ ഫീസ് എനിക്ക് അമ്മയും അച്ഛനും തന്നെയാണ് അവര്
ഗിഫ്റ്റ് ചെയ്തത്. കാരണം പഠിക്കുന്ന സമയത്ത് അറിയില്ലായിരുന്നു. അറിയുവാണെങ്കിൽ അത്ര മോശം ബാക്ക്ഗ്രൗണ്ട് അല്ല, പഠിപ്പിക്കുമായിരുന്നു അവര്. പക്ഷെ എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല വരയ്ക്കാൻ പറ്റുന്നുള്ളത്. അതാണ് ഒരു പ്രശ്നം. അപ്പൊ അവർക്ക് അതിൽ ഒരുപാട് വിഷമമുണ്ട്. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് കാണുമ്പോ ആ സമയത്ത് അറിഞ്ഞില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോ പിന്നെ മോഹൻലാൽ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഫീസ് എത്രയാന്ന് അന്വേഷിച്ചിട്ട് അച്ഛനും അമ്മയും തന്നെയാണ് പേയ്മെന്റ് ചെയ്തത്. അവരൊരു ഗിഫ്റ്റ് ആണ് എനിക്ക് ഈ കോഴ്സ്, അച്ഛനും അമ്മയുടെ. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ്. ആർട്ട് മെറ്റീരിയൽ ഒക്കെ വാങ്ങിക്കാനാണെങ്കിലും ഹസ്ബൻഡ് പുറത്തു കൊണ്ടുപോകും. എവിടെ എവിടെ എത്ര ദൂരെയാണെങ്കിലും അവിടെ ഉണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി വാങ്ങിച്ചു തരാറുണ്ട്. അപ്പൊ അത് തന്നെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നല്ലോണം ഉണ്ട്. മക്കളായാലും അതുപോലെ തന്നെയാണ്. വരയ്ക്കുന്നിടത്ത് കുറെ കാലമായിട്ടുള്ള ശീലമായതുകൊണ്ട് അവരാരും ഒന്നും ശല്യം ചെയ്യാറില്ല. വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വരയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെന്നെ ഒഴിവാകാറുണ്ട്. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അപ്പോ അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്, അതാണ്. അത്രേ ഉള്ളൂ. സാധാരണ പക്ഷെ എനിക്കിങ്ങനെ സച്ചിൻ സാറിനെ പോലെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഐ എം എ ആർട്ടിസ്റ്റ് എന്ന് പറയണം, ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും അതിന് കഴിയുമെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. തുടക്കത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ചാപ്റ്റർ, ഒരു 20 ചാപ്റ്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പറ്റുന്നുള്ളത്. ശരിക്കും കോൺഫിഡന്റ് ആയിട്ടുണ്ട്. അതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ പറയാം. പിന്നെ ഞാൻ ആവർത്തിച്ച് പറയുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷെ എനിക്ക് എന്താ പറയാ, സച്ചിൻ സാറ് എന്നുള്ളത് തന്നെ എന്റെ ഡ്രീം ആയിരുന്നു. അത് തന്നെയാണ് സത്യം. എനിക്ക് ഇപ്പോഴും അതാണ് പറയാനുള്ളത്. സാറിന് യൂട്യൂബ് വീഡിയോസ് അതൊക്കെ കണ്ടിട്ടാണ് കൊറോണ ടൈമിൽ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയത്. അപ്പൊ സാറെ പോലെയുള്ള അപ്പോഴും എനിക്ക് സാറിനെ കിട്ടുമെന്ന് ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചില്ല. സാറെ പോലെയുള്ള ഒരാള്, അങ്ങനെ ആയിരുന്നു എന്റെ ഡ്രീം. സാറിനെ കിട്ടിയപ്പോ അതിന്റെ പ്ലസ് പോയിന്റ് ആണ് ശരിക്കും. ഇത്രയും വേഗത്തില് ഞാൻ അറിയാതെ തന്നെ ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഒരു സക്സസ് ആണ്. സാറിന്റെയും കൂടെ സക്സസ് ആണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. മുൻപ് ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതോ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടാണ് ആദ്യമായിട്ടാണ് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ഡ്രോയിങ് പഠിച്ചിട്ടില്ല. നോക്കി വരയ്ക്കും. പിന്നെ പിന്നെ കുറെ അതാ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ നോക്കി വരയ്ക്കാൻ തുടങ്ങി. കുറച്ചപ്പോ ആ കൊറോണ ടൈമിൽ ശരിക്കും ഇതിനു വേണ്ടി സമയം നമ്മൾ കണ്ടെത്തി. നമുക്ക് വേറെ പണിയില്ലാലോ. അപ്പൊ പിന്നെ എല്ലാം സ്റ്റോപ്പായി, ജോലി സ്റ്റോപ്പായി, വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ സ്റ്റോപ്പായി. കുട്ടികൾ സ്കൂളിൽ പറയാൻ അതിന്റെ തിരക്കുകളൊന്നും ഇല്ലാതെ ആയപ്പോ ഇതേപോലെ യൂട്യൂബ് വീഡിയോസ്, സാറിന്റെ വീഡിയോസും ഒക്കെ കണ്ട് ഡീറ്റെയിലിംഗ് ചെയ്യാനും ഒക്കെ ഷെയ്ഡ് ചെയ്യാനും ഒക്കെ ഉള്ളത്. ആ സമയത്ത് ഞാൻ കുറച്ച് മെറ്റീരിയൽ ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് കിട്ടിയപ്പോ റിലേറ്റീവ്സ് ഒക്കെ പറയാൻ തുടങ്ങി നന്നായിട്ടുണ്ട് എന്നുള്ളത് പറയാം. പിന്നെ ഗ്രിഡ് ഇട്ടിട്ട് നമ്മള് ചെയ്യും. അത് ശരിക്കും സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എടുക്കുന്ന റെഫറൻസ് പിക്ചറിന്റെ അതേ മൊത്തം ആണെന്നല്ല എങ്കിലും വലിയ വ്യത്യാസമില്ലാതെ വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് പേയ്മെന്റ് പറയാനൊന്നും അറിയില്ല. ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ അവർ ഈ പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഞാൻ അവർക്ക് ഫ്രീ ആയി ചെയ്തു കൊടുക്കും. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ പുറത്തുള്ളവർ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് മെറ്റീരിയൽ കുറച്ചും കൂടെ വാങ്ങേണ്ടി വന്നപ്പോ ഞാൻ അതിന്റെ ഒരു എമൗണ്ട് കണക്കാക്കിയിട്ട് പൈസ വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ അറിഞ്ഞിട്ട് അവിടെ നിന്ന് കുറെ വർക്കുകൾ കിട്ടി. അപ്പൊ ഈ കിട്ടുന്ന വർക്കുകളുടെ ഒക്കെ പേയ്മെന്റ് ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആർട്ട് മെറ്റീരിയൽ വാങ്ങാൻ മാത്രമായിട്ട് ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ മെറ്റീരിയൽ ഒക്കെ കിട്ടിയപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ആയി വന്നു. പിന്നെ ബാക്കി പഠനം, എന്താ പറയാ, സാറ് പറയും പോലെ ശരിക്കും അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്നുള്ളത് സാറിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ അതിനൊക്കെ അതൊക്കെ ഏത് മെത്തേഡാണെന്നും എങ്ങനെയാണെന്നും അതിന്റെ പേരുകള് അതിനിങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ അറിഞ്ഞത് നമ്മുടെ ക്ലാസ്സിലൂടെ തന്നെയാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ കൊറോണ ടൈമിലാണ് കൂടുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. ഇപ്പോഴാണ് ആദ്യമായിട്ട് ആ ചിത്രകല പഠിക്കുന്നത് അല്ലേ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ? അതെ, 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 തീർച്ചയായും. സാറിനെ പിന്നെ ചിത്രകല ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് നോക്കിയപ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വരെ അതിൽ ഏറ്റവും ലളിതമായ രീതിയിൽ സാർ മലയാളത്തില് തന്നെ തന്നത്, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ബുക്ക്. അത് എത്ര കാലം ചെന്നാലും നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്, ഈ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ആ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് നല്ല ഒരു അനുഭവമായിരുന്നു. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അടുപ്പം, എന്താ പറയാ, സാറ് പറഞ്ഞ പോലെ തന്നെ ആഴത്തിൽ അറിയാൻ കഴിയുന്നുണ്ട് അത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം നമ്മൾ ഡ്രോയിങ് ഒന്ന് നോക്കും. ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ മെറ്റീരിയൽ നമ്മൾ ചെക്ക് ചെയ്തതാ. എന്നിരുന്നാൽ കൂടി ഒരു വട്ടം കൂടി നമുക്ക് ഡ്രോയിങ് എല്ലാം കൂടി ഒന്ന് നോക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ? ഒരുപാട് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെയായി എന്നുള്ളത്. അത്രയ്ക്ക് വ്യത്യാസമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ പഠിച്ചു. നേരത്തെ എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ തീർന്നാൽ മതി, കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത് അങ്ങനെ തീരണം എന്നുള്ള ടൈമിംഗ് ഒന്നും ഞാൻ വെക്കുന്നില്ല. അത്രയും എനിക്ക് അതും കൊണ്ട് ഇരിക്കുമ്പോൾ ആ ഹാപ്പിനെസ് അത് എനിക്ക് പറയാൻ അറിയില്ല വാക്കുകൾ കൊണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്.
ആദ്യം വരയ്ക്കുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടാ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ചിത്രകല ചെയ്ത് ആദ്യം ആ കോഴ്സിൽ ജോയിൻ ചെയ്യും മുമ്പ്? കോഴ്സിൽ ചെയ്യുന്ന അതിനു മുമ്പ് സാറ് പറഞ്ഞ ആ ഒരു നമ്മുടെ മെഷർമെന്റ്സ് തന്നെയാണ് എനിക്ക് എപ്പോഴും പ്രശ്നമായത്. നമ്മളിപ്പോ ഒരു ഫേസ് വരയ്ക്കുമ്പോ ആ കണ്ണും മൂക്കും ഒക്കെ തമ്മിലുള്ള അകലങ്ങൾ നമ്മൾ പോർട്രേറ്റ് ഉം. എടുക്കുവാണ്. ആ പോർട്രേറ്റ് അല്ലാത്തൊക്കെ ഒരുവിധം നമ്മൾ എങ്ങനെ വരച്ചാലും അത് നോക്കും. അതിൽ നമ്മുടെ മിസ്റ്റേക്കുകൾ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് മരം അങ്ങോട്ട് മാറിയാലും നമുക്കതൊരു വിഷയമായി തോന്നില്ല. നമുക്കറിയില്ലല്ലോ അത്. പക്ഷെ ഫേസ് വരയ്ക്കുമ്പോൾ അത് നല്ല മെഷർമെന്റ് തന്നെയാണ് സാർ എപ്പോഴും പ്രശ്നം. ഇപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. പക്ഷെ സാറിന്റെ ഒരു വീഡിയോയിലാണ് ഈ ഗ്രിഡിന്റെ എനിക്കറിയില്ലായിരുന്നു. ഗ്രിഡ് നമുക്ക് അതൊരു മെത്തേഡായിട്ട് ഞാൻ അങ്ങനെ മനസ്സിൽ പതിച്ചു വെച്ചൊരു സംഭവമാണ്. പക്ഷെ സാറ് അതിന്റെ ഇടയിൽ സാറിന്റെ ഒരു വീഡിയോ കാണാൻ പറ്റി. പഴയ വീഡിയോ ആണ്. ഗ്രിഡ് ഒരു ജയിലാണ് എന്നുള്ളത്. അത് ശരി തന്നെയാണ്. അതിന്റെ പുറത്തുനിന്ന് നമുക്ക് വരാൻ കഴിയില്ല, അത് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഈ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഗ്രിഡ് യൂസ് ചെയ്തിട്ടില്ല. ഞാനത് ഗ്രിഡ് യൂസ് ചെയ്യില്ല ഞാൻ നിർബന്ധമായിട്ടും തീരുമാനിച്ചൊരു കാര്യമാണ്. ആവുന്നത്ര ആയാൽ മതി, അതല്ലാതെ നമുക്ക് വരാൻ പറ്റുമോ നോക്കട്ടെ എന്നുള്ളത്. ഗ്രിഡ് പൊതുവെ പക്ഷെ പെയ്ഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രിഡ് അത് എനിക്കറിയില്ല അത് എങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ അവിടെ ഉം. ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ വർക്കുകളൊന്നും എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയാ ഒന്ന് രണ്ട് വർക്ക് വന്നപ്പോ കോഴ്സ് കഴിയും, ഒരു 2 മാസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ആവും, നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ് തിരക്കില്ലാത്തവർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉം. അല്ലാത്തവര് പുറത്ത് കൊടുത്തിട്ടുണ്ടാവും, അറിയില്ല. പക്ഷെ എനിക്ക് ഗ്രിഡ് ഇടാൻ തോന്നുന്നില്ല. ഉം. മാനസികമായിട്ടും ഞാനത് ഒഴിവാക്കാൻ തീരുമാനിച്ചതുകൊണ്ട്. ഇതിന്റെ ഒരു കാര്യം മെഷർമെന്റിന്റെ ഒരു പറയാവോ? പ്രശ്നം. ഈ ഡ്രോയിങ് ആ എത്ര സർ എണ്ണാണ് പ്ലാൻ ചെയ്യുന്നത്? അതെങ്ങനെയാണ് ആ സ്റ്റാർട്ട് സർ അത് ചെയ്തത്? അത് സ്കെച്ച് ബുക്ക് കിട്ടുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് വരയ്ക്കുമായിരുന്നു. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാനൊന്നും അങ്ങനെ സമയം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞത് ആദ്യം നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയിക്കാതെ നമുക്കതിന് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെ. നമുക്ക് പറ്റുന്ന ഒരു അതാണ്. അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ എല്ലാവർക്കും ചാനൽ ഉണ്ടാവണമെന്നില്ല. നമ്മൾ തുടക്കക്കാരായതുകൊണ്ട്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഇതേപോലെ ഒരു കസിന് വരയ്ക്കുന്ന ഒരു കസിൻ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇതൊന്നും ഞാൻ ആക്റ്റീവ് അല്ല, മൊത്തത്തിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പൊ വരയ്ക്കുന്ന കസിൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ കുറെ റെഫറൻസ് പിക്ചർ കിട്ടും, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ളത്, നല്ല രസമാണത്. അതിൽ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന രീതി പിന്നെ എളുപ്പത്തിൽ വരയ്ക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ അതിലുണ്ട് കുറച്ചു നേരത്തെ. അപ്പൊ നമുക്ക് ബോറടിക്കില്ല പെട്ടെന്ന്. അങ്ങനെ ഒരു ഇതിലാണ് ഇൻസ്റ്റയിൽ കയറുന്നത്. ഇൻസ്റ്റയിൽ കയറിയപ്പോ അത് ആള് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റി, ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇൻസ്റ്റയിൽ കയറിയപ്പോൾ ആദ്യം തിരഞ്ഞത് സാറിന് തന്നെയാണ്. സാറിന്റെ അങ്ങനെ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് അതിൽ ഇടയ്ക്ക് ഇട്ടു, ഒരു 10 എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ടാകും. ഞാൻ വരച്ച കാര്യങ്ങൾ ഇടാണെന്ന് തോന്നിയിട്ട് വെറുതെ ജസ്റ്റ് ഇട്ടു. അപ്പൊ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വരയ്ക്കുമെന്ന് തോന്നി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സാറിന്റെ കോഴ്സിൽ ചേർന്നപ്പോഴാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്ക് ഫേസ്ബുക്ക് അത് സാറ് പറഞ്ഞല്ലോ നിർബന്ധമാണ് നമ്മുടെ ക്ലബിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടി ചെയ്തു. അപ്പൊ അങ്ങനെ 3 സംഭവം, അതായത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇതിൽ കുറെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ഇൻസ്റ്റയില് കുറെ പേര് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മള് കുറച്ചുപേര് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പിന്നെ അറിയുന്നവരോട് പറഞ്ഞു ഇൻസ്റ്റയിലുണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ അങ്ങനെ നോക്കുമ്പോ കോഴ്സിൽ ചേർന്നപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി കണ്ടെത്തിയപ്പോ കുറെ ഫോട്ടോസുകളായി. അപ്പോ അങ്ങനെ പിന്നെ സാറ് പറഞ്ഞല്ലോ ഒരു സ്നോബോൾ വേണം നമുക്ക്, അപ്പോഴേ നമ്മൾ വലിയ ഇവിടെ എത്തുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഒരു എന്താ പറയാ എക്സിബിഷൻ വെക്കാൻ പറ്റില്ല ആർട്ടില്, നമുക്ക് നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്നോബോൾ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു തീമിലാണ് ഈ സ്നോബോൾ എന്നുള്ളത് ശരിക്കും ക്ലിക്കായി മൈൻഡില്. അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെറിയ തോതിൽ നമ്മൾ എന്തോ ആവട്ടെ, ചെറിയ വരയാണെങ്കിലും കുഴപ്പമില്ല, ഡെയിലി ഒന്ന് ലോഡ് ചെയ്യാം. അപ്പൊ ഒരു 100 days ആണ് ഞാൻ എന്റെ മനസ്സിൽ. പിന്നെ ഒരു 30 പിക്ചറുകൾ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡന്റ് ആയി എന്നെ കൊണ്ട് പറ്റുന്നുള്ളത്. അതിപ്പോ ലൈൻ ഡ്രോയിങ് ആയാലും അല്ലാത്തതായാലും ഒക്കെ. പിന്നെ വേറൊരു പ്രത്യേകത സാർ, ലൈൻ ഡ്രോയിങ്ങിന് കുറെ ദിവസം വരയ്ക്കുമ്പോൾ കുറച്ച് ഷെയ്ഡുകളൊക്കെ ആയിട്ട് കുറച്ച് പിക്ചർ വന്നു കഴിഞ്ഞാൽ അതിന് കമന്റ്സും കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. ഉം. സാധാരണയിൽ ഒരു വ്യത്യസ്തമാക്കി കഴിഞ്ഞാൽ അപ്പൊ അത് ഭയങ്കര രസമായി. അപ്പൊ നമ്മൾ ആ ഡീറ്റെയിലിങ്ങിന്റെ ഡ്രോയിങ്ങിലേക്ക് കൂടുതൽ നമ്മൾ അത് കൊണ്ടെത്തിക്കും, ലൈൻ ഡ്രോയിങ് വിട്ടിട്ട്. പിന്നെ അതായത് ഈ ലൈൻ ഡ്രോയിങ്ങിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് കുറെ കമന്റ്സ് വരാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഒരു എലിഫന്റിന്റെ ചിത്രം, എൻ്റെ നല്ല അത് ക്യൂട്ടായിട്ടുണ്ട്, അത് കാണാൻ. അപ്പൊ എനിക്ക് ആ ഡയലോഗ് ഓർമ്മ
എന്നെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സിന്റെ ഭാഗത്ത്. നന്നായിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, എടുക്കാൻ തോന്നുന്നു, ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മള് വരയ്ക്കുന്ന സമയത്തോ അതിലെന്തെങ്കിലും വ്യത്യസ്തത കാണണമെന്ന് തോന്നിയിട്ടാണ് അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരു 20 ഇട്ടപ്പോ തന്നെ കാര്യം പിടികിട്ടി, നമ്മൾ ഇങ്ങനെയാണ് അറിയേണ്ടത് എന്ന്. ഇപ്പോ അതന്നെ, വരയ്ക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പാതിയോളം അതിൽ തന്നെ വിജയിച്ചു. പാതിയില്ല, മുക്കാൽ ഭാഗം. വരയ്ക്കുന്നയാൾ, അത് ഉറപ്പായി, അതിന് തർക്കമില്ല. റിലേറ്റീവ്സിന്റെ ഭാഗത്ത്, ഫ്രണ്ട്സിന്റെ ഭാഗത്ത്. പിന്നെ പുറം ലോകം, അത് നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. അത് നമ്മൾ ഒരു സ്റ്റേജ് എത്തിയല്ലേ അറിയുള്ളൂ. അപ്പം അത് ആ ഒരു തീമാണ് ഈ 100 പിക്ചർ 100 ഡേയ്സ്. കണ്ടെത്തും, എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും. അടുത്ത ദിവസം ഞാൻ പഴയ കുറേ വരച്ച് വെച്ചിട്ടുണ്ട്, അതേതും പോസ്റ്റ് ചെയ്യില്ല. സപ്പോസ് അത് പോസ്റ്റ് ചെയ്യുവാണെങ്കിലും അതിനെ റീഓപ്പൺ ചെയ്ത് സാറ് പറഞ്ഞ പോലെ ബോറടിക്കുന്ന സമയത്ത് അതിലേക്ക് കഴിഞ്ഞ് സ്കെച്ചിങ്ങും ഷെയ്ഡിങ്ങും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അത് ഇടാറുണ്ട്. അതല്ലാതെ ഞാൻ അയ്യോ അപ്പപ്പോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കുറെ ബുക്കുകളുണ്ട്, ഒരു 7-8 ബുക്കുകളുണ്ട്, ക്ലിയർ അല്ലാത്തതും ആയതും ഒക്കെ. അതിനെ ചിലപ്പോൾ മറിച്ച് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നതിന് അങ്ങനെ ഇടും. അല്ലെങ്കിൽ അത് ലൈവായിട്ട് ഇപ്പൊ വരച്ചിട്ട് അന്നാൾ തന്നെയാണ് ഇടുന്നത്. അത് തന്നെയാണ്. അപ്പൊ വരയ്ക്കുന്ന ഒരാളെന്നുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നായിരുന്നു ആ 100 ഡേയ്സിന്റെ ഒരു സ്നോബോൾ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഈസി ആയിട്ട് സാധിക്കും. എന്റെ ഒരു സ്റ്റുഡന്റ് 1000 ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. അല്ല, ചിലപ്പോ ഞാൻ ചിലപ്പോ എനിക്ക് 100 നിർത്താൻ പറ്റുന്ന ഇപ്പൊ തോന്നുന്നില്ല. അത് ശരിക്കും ഒരു ലഹരി പോലെ പിടിച്ചു കഴിഞ്ഞു. ഇടണം ഡെയിലി. അതിന്റെ ഒരാളുടെ എന്തെങ്കിലും കമന്റ് വാങ്ങണം എന്നുള്ളൊരു ഫീഡ്ബാക്ക് വാങ്ങണം എന്നൊരു അതിന് ശരിക്കും അത് കിട്ടിയിട്ടില്ല. ഇനി 100 ഡേയ്സിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ തൽക്കാലം അത് ഒരു ഡെഡ് ലൈൻ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് കഴിയുമ്പോൾ ഇനി ചിലപ്പോ ഒരു സബ്ജക്റ്റില് ഇപ്പൊ 10 ഡേയ്സ് പോർട്രേറ്റ്, 10 ഡേയ്സ് ലൈൻ ഡ്രോയിങ്, അങ്ങനെ പോകണമെന്ന് ചിന്ത വന്നിട്ടുണ്ട്. അത് കൺഫേം ചെയ്തിട്ടില്ല. അങ്ങനെ പോകും. അതിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്താം. അതായത് ഇപ്പോൾ 2 ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. ആർട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ലേണിങ്ങും നടക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഏണിങ്ങും നടക്കണം. പലരുടെയും വിചാരം ഈ ലേണിംഗ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഏണിങ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് മിസ്റ്റേക്കാണ്, അത് തെറ്റാണ്. നമുക്ക് ലേൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇത്രയും വരയ്ക്കാനുള്ള സ്കില്ല് ഉണ്ടായിരുന്നില്ല. ഞാൻ പതിയെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പക്ഷെ ആ സമയം മുതൽ ഞാൻ ക്ലാസ്സുകളും എല്ലാമായിട്ട് ഞാൻ ലേൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഏൺ ചെയ്യായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്തായാലും പ്രാക്ടീസ് മുടങ്ങാതെ മുന്നോട്ട് പോകും. ചിത്രങ്ങൾ കൂടുതൽ വരയ്ക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ ഓൾറെഡി ഏൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കാരണം നമുക്ക് ഈസിയാണ്, മുന്നോട്ട് കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് രണ്ടും വേണമെങ്കിലും മാമിന് ചൂസ് ചെയ്യാം ഏത് ഡിസ്കസ് ചെയ്യണമെന്ന്. ഇത് രണ്ടും ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഒരുക്കുകയാണ്. സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്രിഡ് ഇല്ലായിരുന്നു. പക്ഷെ പോർട്രേറ്റ് നമുക്ക് വർക്ക് വരുന്ന സമയത്ത് സെയിം ആയി സെയിം ഗ്രിഡ് ഇടേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് സാറിന്റെ ഒരു സജഷൻ വേണമെന്നുണ്ട്. ഗ്രിഡ് ഇടുന്നതുകൊണ്ട് കുഴപ്പമുള്ളൂ. പക്ഷെ എനിക്ക് പേടിയാണ്, ഇനി ഗ്രിഡ് ഇട്ടാൽ വീണ്ടും അതിലേക്ക് പോകുമോ എന്നുള്ളത്. 2 കാര്യങ്ങൾ നല്ല പ്രശ്നമായിട്ട് ശരിക്കും മാനസികം തന്നെ പറയാം. എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് വല്ലാണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പിന്നെ 2 വർക്ക് ഒഴിവാക്കി. പക്ഷെ എനിക്ക് വിഷമമുണ്ട്, കാരണം എനിക്ക് വർക്ക് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിൽ കിട്ടിയ വർക്ക് ഒഴിവാക്കി. പക്ഷെ എന്നെ എന്തോ പിടിച്ചു നിർത്തണു. ഇപ്പൊ ചെയ്യേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന്. അതെന്താന്ന് എനിക്കും അറിയില്ല. സാറൊന്ന് ക്ലാരിറ്റി ചെയ്തു. ഗ്രിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ കമ്മീഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഗ്രിഡ് ഇട്ടിട്ട് തന്നെയാണ് വരയ്ക്കാറുള്ളത്, നമ്മൾ സേഫ് ആക്കാനായിട്ട്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഗ്രിഡ് ഒഴിവാക്കും. അത് നമ്മുടെ പ്രാക്ടീസ് സ്കില്ല് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വലിയ വലിയ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത്, കമ്മീഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രിഡ് ഇടാം, ഇഷ്യൂ ഒന്നുമില്ല. ഗ്രിഡ് യൂസ് ചെയ്യാറും ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ. പിന്നെ എനിക്ക് ഗൈഡ് ലൈൻ വെച്ചിട്ട് പോർട്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ഈ ഗൈഡ് ലൈൻ വരയ്ക്കാൻ ഏതെങ്കിലും ആപ്പ് ഉണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി. ഗൈഡ് ലൈൻ വരയ്ക്കാനായിട്ട് ആപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ആപ്പുകളുണ്ട്, ഗൈഡ് ലൈൻ വരയ്ക്കാനല്ല, മൊബൈലിൽ തന്നെ മാർക്ക് ചെയ്യാനുള്ള ആപ്പുകളുണ്ട്, ലൈൻ വരയ്ക്കാനുള്ള ആപ്പുകളുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിൽ സങ്കല്പിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. A3 സൈസിലോ A4 സൈസിലോ പ്രിന്റ് എടുക്കുക, അതിൽ വരയ്ക്കുക, എന്നിട്ട് പേപ്പറിലോട്ട് വരയ്ക്കുക. അതാണ് എളുപ്പം.
ശരി സർ. അതിന് വലിയ പൈസ ഇല്ല, അത് ഞാൻ ചെയ്യാറുള്ളത് തന്നെയാണ്. തീർച്ചയായും നമ്മളിപ്പോ ചിത്രം വരയ്ക്കുമ്പോ എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെ തുടങ്ങണം എന്നുള്ളത്. അത് കണ്ണ് തുടങ്ങണം, മൂക്ക് തുടങ്ങണം. അപ്പൊ സാർ അത് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഫ്രീഡം ആണ് എന്നൊക്കെ. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല, അത് ശരി തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. പക്ഷെ എന്റെ ഡൗട്ട് അവിടെ അല്ല, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മതിന്ന് തോന്നും ചില സമയത്ത്. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ചും കൂടെ ചെയ്തു എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ഭംഗി തോന്നും. ചില ചിത്രങ്ങളിൽ അതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ ഇവിടെ കൂടെ ഷെയ്ഡ് ചെയ്ത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ആവും. അങ്ങനെ രണ്ട് ഇതുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബിഗിനേഴ്സ് പലപ്പോഴും റെഫറൻസ് പിക്ചർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ കോഴ്സിലാണെങ്കിലും ഒരുപാട് റെഫറൻസ് പിക്ചർ നമ്മൾ തരുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഫറൻസ് പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതേപോലെ ആയോ എന്ന് തീരുമാനിച്ച് അതേപോലെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈസിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ റെഫറൻസ് പിക്ചർ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഇഷ്യൂ വരുന്നത്. അപ്പോൾ മാക്സിമം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ മാക്സിമം റെഫറൻസ് പിക്ചേഴ്സ് എടുക്കുക. റിയൽ ഒബ്ജക്റ്റുകൾ നോക്കി വരയ്ക്കാം, റെഫറൻസ് പിക്ചേഴ്സ്, റിയൽ ഫോട്ടോസ് നോക്കി വരയ്ക്കാം, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരച്ച് നോക്കി വരയ്ക്കാം. അപ്പൊ ആ ഒരു ലെവൽ എത്തുമ്പോൾ അതോട് എക്സാക്ട്ലി മാച്ച് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് അതിന്റെ സിമ്പിൾ സൊല്യൂഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫെക്ഷനിസം ഉള്ളവര്, അതായത് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഇഷ്യൂ വരും. കാരണം ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോഴും എനിക്കുണ്ടത്. അത് ഇനിയും ഞാനിപ്പോൾ ഈ പെയിന്റിങ്ങിലൊന്നും ഞാൻ സൈൻ ഇട്ടിട്ടില്ല. ഈ ചുറ്റും ഇരിക്കുന്ന പെയിന്റിങ്ങിൽ ഒരെണ്ണത്തിൽ, കാരണം ഞാൻ പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇതിലും വീണ്ടും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുക. അത് ഒരു ലോങ് ടൈമിലോട്ട് പെർഫെക്ഷനിസ്റ്റിക് മൈൻഡ് ഒരു പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അതിൽ വീണ്ടും എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് തോന്നുന്നു. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു പെയിന്റിങ് 100% കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ശരിക്കും ആ ആർട്ടിസ്റ്റ് ഫെയിലിയർ ആവുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് 100% കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ആർട്ടിസ്റ്റിന് അവിടെ ഒന്നും പഠിക്കാനില്ല. ആർട്ടിസ്റ്റിന്റെ ഗ്രോത്ത് അവിടെ എന്തായി. മനസ്സിലാവും? അപ്പൊ ഞാൻ ഒരു കണ്ണ് വരച്ചു, കണ്ണ് 100% ഞാൻ കംപ്ലീറ്റ് ആക്കി ഫുൾ ഫിനിഷ്ഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് പിന്നെ മുന്നോട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഒരു റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറയാം. ആ വീട് അങ്ങനെയാണ്, റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. എപ്പോഴും ഇംപ്രൂവ്മെന്റിന് ഒരു ഗ്യാപ്പ് നമ്മുടെ ആർട്ട് വർക്കിൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴും കിടക്കണം. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പലപ്പോഴും പലരും ആർട്ട് നിർത്തുന്നുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ റീലിസം വരയ്ക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ക്ലാസ്സിലോട്ടൊക്കെ വന്ന് റീലിസം ഒരു ദിവസം അവർ വരയ്ക്കും. ആ സമയത്ത് അവരത് നിർത്തും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം എക്സാക്ട്ലി ഫോട്ടോ പോലെയായി, ഇനി എന്താ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ ചിത്രത്തിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടാവും. ഇപ്പോൾ കണ്ണ് വരച്ചതാണ്, എനിക്ക് ഒരുപാട് കാര്യം, കണ്ണിന്റെ ഐലാഷസ് കുറച്ചും കൂടി ലെങ്ത് കൂട്ടാനുണ്ട്, ഷെയ്ഡ് മാറി, എനിക്കറിയാം. ഇപ്പോൾ ഈ കടലിൽ വരച്ചാണെങ്കിലും കടലിന്റെ തിരമാലകൾ കുറച്ചും കൂടി കളർ ഡിഫറൻസ് വേരിയേഷൻ വരുത്താനുണ്ട്. ആകാശത്ത് വേണമെങ്കിൽ ഒരു സൂര്യനെ കൊണ്ടുവരാം. ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ആണ്. അതാണ് അതിന്റെ ബ്യൂട്ടി. അത് പെർഫെക്റ്റ് അല്ലാത്തതാണ് ആ ചിത്രങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്ന എല്ലാവരുടെ കോമൺലി പറയുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആകണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ചെയ്ത് തീർക്കുക. തീർത്ത് കഴിയുമ്പോൾ അവിടെ ചെറിയ ഗ്യാപ്പുകൾ കാണാൻ പറ്റും. ആ ഗ്യാപ്പുകൾ ലേണിംഗ് ആക്കി എടുക്കുക, അടുത്ത വർക്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്. ശരിക്കും ഇപ്പൊ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് മനോഹരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കില്ല. നമ്മുടെ ജേണി, ഇപ്പൊ എന്നെ ഫോളോ ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു ജേണി ഉണ്ട്. ആദ്യമേ തന്നെ സംസാരിക്കാൻ അറിയാതെ വീഡിയോ സിമ്പിളായിട്ട് ചെയ്ത് നല്ല നല്ല ചിത്രങ്ങൾ വരച്ച് എൻ്റെ ടീച്ചിങ് സ്കിൽ ഇമ്പ്രൂവ് ആയി, യൂട്യൂബ് ചാനൽ ഫോളോവേഴ്സ് കൂടി. അപ്പോൾ ആ ഒരു ജേണി കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ആദ്യമേ തന്നെ പെർഫെക്റ്റ് ആവാത്തതുകൊണ്ടാണ് ആ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എപ്പോഴും ചെറിയൊരു റൂം ഫോർ ഇമ്പ്രൂവ്മെന്റ് എല്ലാ ചിത്രത്തിലും കിടക്കും. അവിടെ ഇട്ടേക്കണം, എന്നാൽ മാത്രം അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ള മോട്ടിവേഷൻ കിട്ടുള്ളൂ. അതാണ് അതിന്റെ ആൻസർ. ഗ്രൂപ്പിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഗ്രൂപ്പിന്റെ സപ്പോർട്ട് എനിക്ക് ഈ ഭാഷ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടാറാണ്. അത്ര എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു 25
ലൈക്ക് അല്ലെങ്കിൽ 25 ആ ഒരു ഈ ഒരു റേഞ്ച് വിട്ടിട്ട് 100 സംതിങ് ലൈക്ക് കിട്ടിയപ്പോ തന്നെ ഞാൻ പ്ലസ് 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 ആയിപ്പോയി. അത്രയും പ്ലസ് എനിക്ക്. അപ്പൊ അതൊരു സൂപ്പർ സെറ്റപ്പ് സാർ. എനിക്കൊന്നും പറയാനില്ല. ഇനി അതൊരു ഗ്രൗണ്ട് സപ്പോർട്ട് അടിപൊളിയായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഡ്രോയിങ് ഇട്ടിട്ട് ആ ലൈക്ക് മാത്രം കിട്ടിയിട്ട് വെരി നൈസ് എക്സലന്റ് എന്ന് മാത്രം കിട്ടി കഴിഞ്ഞാൽ അടുത്തത് എനിക്കത് പോരാ, കമന്റ് ആയിട്ട് തന്നെ വേണം. കാരണം നമ്മൾ നല്ലത് ഇടുമ്പോ കുറച്ച് വരികൾ ചേർത്ത് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട്. അപ്പൊ ഞാനും അങ്ങനത്തെ ആളാണ്. എനിക്ക് അങ്ങനെ ഡിഫറൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എന്റെ കാര്യം എനിക്ക് തോന്നി എന്ത് കാര്യം അങ്ങോട്ട് ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ സൂപ്പറാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് കമന്റ് സെക്ഷനിൽ ഞാൻ വരികളാണ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യും അത് കിട്ടാൻ വേണ്ടി. ആ രാത്രി ഇങ്ങനെ 12 മണിക്ക് ഇരുന്നിട്ടായിരിക്കും വരയ്ക്കുക. അത് വരയ്ക്കുന്നവരെ ഇല്ലാത്ത എന്താ പറയാ ഒരു എക്സ്പെക്റ്റ് ആണ് നമ്മള് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റ് കിട്ടുന്നത്. ഫോണ് താഴെ വെക്കുന്നില്ല എന്നാണ് സത്യം. ഒരു 10 മിനിറ്റ് കൂടുമ്പോ ഫേസ്ബുക്ക് തുറന്നു നോക്കിയിട്ട് അതിന്റെ കമന്റ്സ് ഒന്ന് വായിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ വേറെ ലെവലാണ്. പിന്നെ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന വരയ്ക്കുന്ന ആളുകൾ പറയുമ്പോ അതിന് കുറച്ചും കൂടെ വാല്യൂ ഉണ്ട്. മീൻസ് നമ്മള് സാധാ ഡെയിലി കാണുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ കാണിച്ചു കൊടുക്കുന്നത് അവരൊരു കാര്യം പറയുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നമ്മുടെ കൂടെ ജേൺ ചെയ്ത് നമ്മളെ പോലെ തന്നെ ഓരോ ചാപ്റ്റർ നമ്മള് ഇപ്പൊ 1 സെറ്റ് ഞാൻ വാട്സപ്പിൽ ഇടുമ്പോ റിലേറ്റീവ്സ് ഒക്കെ സൂപ്പർ ആയിട്ട് അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ഗ്രൂപ്പിലോട്ട് ഇടുമ്പോ അതിന്റെ സബ്ജക്ട് വെച്ചിട്ട് 1 സൂപ്പർ അങ്ങനെ പേര് വെച്ച് കേൾക്കുമ്പോ നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന കുറച്ച് പേര് പറയുമ്പോൾ അത് വേറെ ഡിഫറെന്റ് ഫീലാണ്. അടിപൊളിയാണ്. ഡ്രോയിങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മീഷൻ വർക്ക് എടുക്കാതിരിക്കേണ്ട. വർക്ക് വരുമ്പോൾ ധൈര്യമായിട്ട് എടുക്കുക. ഗ്രിഡ് യൂസ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഗ്രിഡ് യൂസ് ചെയ്യണത് യാതൊരു ഇഷ്യൂ ഇല്ല, ഗ്രിഡ് യൂസ് ചെയ്യാം. അപ്പൊ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു സൈഡിൽ നിന്ന് ഒരു ഏണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നെഗറ്റീവായിട്ട് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആർട്ട് വിൽക്കാൻ പാടില്ല, ആർട്ടിൽ നിന്ന് പൈസ. ഞാൻ നേരെ തിരിച്ചാ. ആർട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ പൈസ മുടക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതല്ലേ. നമ്മൾ പഠിക്കുന്നത് പൈസ മുടക്കിയിട്ടാ, മെറ്റീരിയൽ വാങ്ങുന്നത് പൈസ മുടക്കിയിട്ടാ, ഇതെല്ലാം ചെയ്യാനായിട്ട് പൈസ നമ്മൾ മുടക്കുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിട്ടേൺ കിട്ടണം അല്ലേ. അപ്പൊ ശരിക്കും റിട്ടേൺ കിട്ടുന്ന സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ മിസ്സാക്കരുത്. നമ്മൾ ഗ്രാബ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പോർട്രേറ്റ് വർക്ക് ആണെങ്കിലും പോർട്രേറ്റ് വർക്ക് എടുക്കുക, ചെറിയൊരു അഡ്വാൻസ് വാങ്ങും. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പേടിയുള്ള ഒരുപാട് പേരുണ്ടാവും. എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ പേടിയുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, റീഫണ്ടബിൾ ആണെന്ന് പറയാം. അഡ്വാൻസ് തരുന്നത് റീഫണ്ടബിൾ ആണ്. ഇനി അഡ്വാൻസ് ചെയ്തിട്ട് ഞാൻ ഈ വർക്ക് ഒരു 80% കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ടബിൾ ആണ്, വേറെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു പ്രാക്ടീസും കൂടിയാവും, നമുക്ക് പേടിക്കാതെ വർക്ക് എടുക്കാനും പറ്റും. പിന്നെ എന്നിട്ട് പറയാ ഈ ഒരു 80% കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ബാക്കി എമൗണ്ട് അടയ്ക്കുക. ബാക്കി എമൗണ്ട് അടച്ചതിന് ശേഷം 100% മെത്തേഡ് മനസ്സിലായി, ടെക്നിക്ക് മനസ്സിലായോ? മനസ്സിലായി. അല്ല ഇപ്പൊ ഞാന് സാറ് പറഞ്ഞതിന് സാറ് വഴക്ക് പറയുന്നറിയില്ല. പക്ഷെ A4 സൈസില് ഞാൻ ചെയ്യുന്നത് 500 റുപ്പീസിനാണ് ഒരു പോർട്രേറ്റ്. ഇപ്പൊ റേറ്റ് ഇവിടെ സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ ഒരു സാധാരണ ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അവര് ഇത് കൊടുത്തിട്ട് വാങ്ങുന്ന തന്നെ വലിയ കാര്യം. പിന്നെ അതിന്റെ പ്ലസ് അവർക്ക് ഫ്രെയിം വരും, ഒരു 300 രൂപയെങ്കിലും വരും A4 സൈസിന്. 300, 200, 250 രൂപ വരും. അപ്പൊ ചിലര് ഫ്രെയിം ഇട്ടിട്ട് ചെയ്യാൻ പറയും. ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഞാൻ ഇട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതില് ഞാന് സാറ് അന്ന് പറഞ്ഞ മറ്റേ ഐവറി ഷീറ്റ് ഉണ്ടല്ലോ, സാധാരണ വാങ്ങിക്കാനുള്ള ഒരു പാക്കിൽ 25 പാക്കിൽ 120 രൂപ ഉണ്ടോ, ആ പേപ്പറിലെ ചെയ്യുന്നത്. പിന്നെ ആർട്ട്ലൈന്റെയും അതെല്ലാം ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. ഒന്ന് മാത്രം പറ്റില്ല. ചില കമ്പനിയുടെ നമുക്ക് ഡാർക്ക് കിട്ടും, ചിലതിൽ കിട്ടില്ല. ചിലതിന്റെ ലൈറ്റ് സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ അത് വെച്ചിട്ട് മറ്റേ ആർട്ട്ലൈന്റെയും പിന്നെ അങ്ങനെ ആ മിക്സിംഗ് ആണ് മൊത്തത്തില് പെൻസില്. പിന്നെ ഈ ഹെയറിന്റെ ഒക്കെ നമ്മള് ഈ ആർട്ട്ലൈന്റെ തന്നെ ബ്ലാക്ക് പെൻസിൽ ഉണ്ടല്ലോ, കളർ പെൻസിലിൽ കിട്ടുന്നത്, അതാണ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ വലിയ കോസ്റ്റ് ഉള്ളതൊന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തപ്പോ ഇങ്ങനെ പോയാലും എനിക്ക് ഒരു പോർട്രേറ്റ് വരയ്ക്കേണ്ട മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 100 രൂപയൊക്കെ തന്നെ വരുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടൊരു 500 റുപ്പീസ് ഇപ്പൊ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ചിലപ്പോ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് കഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ടീച്ചർ കാണുമ്പോൾ തന്നെ പറയും, ഇത് എനിക്ക് ഒരുപാട് നേരം ഇരുന്നാലേ ഈ ഡ്രസ്സിന്റെ ഷെയ്ഡിങ് ഒക്കെ വരുള്ളൂ, അപ്പൊ കുറച്ച് കൂടുതൽ വേണം എന്നുള്ളത് പറയാറുണ്ട്. ഇപ്പൊ എത്ര വർക്ക് ടോട്ടൽ ചെയ്തിട്ടുണ്ടാവും കമ്മീഷൻ വർക്ക് ഡ്രോയിങ്? അറിയില്ല സാർ, ഞാൻ അതൊന്നും സ്റ്റോർ ചെയ്ത് വെച്ചില്ല. ഞാനൊരു 20, 25 ചെയ്തിട്ടുണ്ടാവും.
25 കമ്മീഷൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അവരൊക്കെ എപ്പോഴും കണക്ഷൻ ഉണ്ടോ ആ ചെയ്തു ആ കൊടുത്തവരായിട്ട്? ഉണ്ട്. അവരുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാ വർക്കുകൾ വരുന്നത്. പിന്നെ ഈ ഗിഫ്റ്റ് ഷോപ്പ് അവിടെ വരുന്നതും അതേപോലെ അവര് ഓർത്ത് വെച്ച് വരാറുണ്ട്. നമ്മളൊരു പരസ്യം അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം ചെയ്തിട്ട്. അപ്പൊ അത് അവര് ഗിഫ്റ്റ് ഷോപ്പിൽ വരുമ്പോ ഇതെന്താ, ഇപ്പൊ ഇത് കൈകൊണ്ട് വരച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ആ ഓൺലൈനിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ലാസ് എടുക്കുന്നത് സാറൊന്ന് ചാർട്ട് ചെയ്ത് തരണം. ഇപ്പോഴല്ല, വെക്കേഷൻ ടൈമിൽ സമയമുണ്ട്. 30 ക്ലാസ്. അതിന്റെ ഫീസ് നമ്മൾ തർക്കമായിട്ട് അങ്ങനെ നിർത്തി കഴിഞ്ഞ മീറ്റിംഗില്. എനിക്കും അറിയില്ല. ഞാൻ പറയണത് നമ്മൾക്ക് ചുറ്റുമുള്ളത് ഞാൻ ഉദ്ദേശിച്ച അത്രയും കുറഞ്ഞതെടുക്കുക. എന്റെ ആർട്ടിന് വിലയില്ലാണ്ടല്ല, പക്ഷെ അത്രയും മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികളാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്ന് സാധാരണക്കാര്. അവര് പിന്നെ അപ്പൊ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഞാനത്. കാരണം ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് സാർ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, പഠിക്കാൻ ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടല്ല എന്ന് മാത്രമല്ല, ആവറേജിലും താഴെയാണ്. ജയിക്കും, അത്രേ ഉള്ളൂ. അതായിരുന്നു നമ്മളിപ്പം. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ആ 90 കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പഠിക്കുന്ന പിള്ളേരെ മാത്രമേ ടീച്ചേഴ്സ് കൊണ്ട് നടക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ മാറി. ഇപ്പൊ നമ്മളെ മക്കളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയാം, പഠിക്കുന്ന പിള്ളേരെ കൊണ്ടു നടക്കും. അവരെ എന്ത് കഴിവോ അവരെ എടുത്ത് കാണിക്കും. പഠിക്കാത്തവരായിട്ട് ആ ലാസ്റ്റ് ബെഞ്ചിലിരിക്കും. പക്ഷെ അന്ന് എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് അതിനൊക്കെ മുമ്പ് തുടങ്ങായിരുന്നു. നമുക്ക് അറിയില്ലല്ലോ അപ്പൊ പിന്നെ ആർട്ട് എന്ന് പറഞ്ഞാൽ ആർട്ട് ക്ലാസ് എവിടെയും ഇല്ല. നമുക്ക് ഓൺലൈൻ ഇല്ല, അതൊരു വശം. പിന്നെ ആർട്ട് ക്ലാസ് എന്നുള്ളത് ഇല്ല. ഇത് ഒരാളുടെ കീഴിൽ പോയി എങ്ങനെ പഠിക്കാന്ന് പോലും അറിയാത്ത ആ ഒരു സമയമാണ്. അപ്പം അങ്ങനെയൊക്കെ ഇതൊന്നും പറഞ്ഞു തരാൻ പോലും അറിയാതെ, ഇതിനൊക്കെ എന്ത് പെൻസിൽ, എന്ത് പേപ്പർ, എങ്ങനെയൊന്നും അറിയാണ്ട് കുറച്ച് വരയ്ക്കുമായിരുന്നു. ആ സമയത്ത് വരയ്ക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആകാൻ നമുക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പൊ അങ്ങനത്തെ കുറെ പിള്ളേരാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ സ്റ്റക്കായി നിൽക്കുന്ന കുറെ പേര്, ഇവിടെ ഫോൺ എന്താ അറിയണം എന്നുള്ളത്. അപ്പൊ അവരോടൊക്കെ എനിക്ക് ഇത്ര അങ്ങനെ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ ഈ ഒരു ഫീസ് കണക്കാക്കിയത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാമോ? അടുത്തൊരു വർഷത്തെ ഗോൾസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ആർട്ടില്? അതായത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു ബിഗ് ഫാമിലിയാണ്. അപ്പൊ ഗ്രിഡിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളത് ഒരു എയിമാണ്. അപ്പം 10 മെമ്പേഴ്സ് ഉണ്ട് എന്റെ ഫാമിലിയിൽ. ഈ 10 മെമ്പേഴ്സ് ഞങ്ങൾ പുതിയതായിട്ട് വീട് ചെയ്തു. ഏട്ടനും ഞാനും ഒരുമിച്ചാണ് വീട് ചെയ്തത്. അപ്പൊ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മരണം വരെ ഇതേപോലെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു വലിയ ഫാമിലി ട്രീ, ഗ്രിഡ് ഇടാതെ ഈ 10 മെമ്പേഴ്സിന്റെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കണം. അതാണ് എന്റെ ആദ്യത്തെ ഗോൾ. എന്റെ ഫാമിലിക്ക് വേണ്ടി, എന്റെ ഫാമിലി എന്റെ വരയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി അവർക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് അതാണ്. അങ്ങനെ ഈ 10 മെമ്പേഴ്സിന്റെയും ഫോട്ടോസ് ഡ്രോയിങ് ചെയ്തിട്ട് ഒരു ട്രീ ആക്കിയിട്ട് വീട്ടിൽ വെക്കണം. അത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പതുക്കെ മതി. അതിന് ടൈമിംഗ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തെ ഒരു ഇത്, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യണം. അപ്പൊ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ സച്ചിൻ സാറിനെ കാണിച്ചു കൊടുക്കും, ഇത് ഉണ്ടായത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇത് എന്തായാലും ചോദിക്കുമല്ലോ റിലേറ്റീവ്സ്, ഇങ്ങനെ പറ്റി അല്ലെങ്കിൽ എങ്ങനെ ചിന്തിച്ചു, ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ചോദിക്കും. അപ്പൊ ഞാൻ എന്തായാലും സാറിന്റെ സിഗ്നേച്ചറിൽ അത് അറിയണം. അതാണ് എന്റെ ആഗ്രഹം. അത് നമുക്ക് സച്ചിൻ കോഴ്സ് സാറാണ് കംപ്ലീറ്റ് ആകുമ്പോൾ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചലഞ്ച് ബാച്ചിൽ നമുക്കത് ചെയ്യാം. ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ ചെയ്യാൻ ഓക്കെ സാർ. അങ്ങനെ ചെയ്യാം. അപ്പൊ അതിൽ ചലഞ്ച് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല, ആഗ്രഹം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ഗോൾ എന്താ? രണ്ടാമത്തെ ഗോള് അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് മെയിൻ. പിന്നെ എക്സിബിഷനും അതൊക്കെ ഏത് ആർട്ടിസ്റ്റിന്റെയും അകത്ത് ഇങ്ങനെ കിടക്കുന്ന തീയാണല്ലോ, അതിങ്ങനെ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പൊ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങിയപ്പോ ഇതൊന്നും ഇങ്ങനെ ഉള്ളിൽ വെക്കേണ്ടതല്ല, പുറത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വഴികൾ അറിയില്ല. സാറ് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു ആർട്ട് ക്ലാസ്, ഒന്ന് ഫാമിലി ട്രീ ഫോട്ടോ ഒരു ഡ്രോയിങ്സ് കംപ്ലീറ്റ് ആക്കണം. പിന്നെ വെക്കേഷൻ ക്ലാസ് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, വെക്കേഷൻ ക്ലാസ് എടുക്കണം കുട്ടികൾക്ക്. കുട്ടികൾക്ക്. പിന്നെ ഓൾറെഡി കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, എക്സിബിഷൻ ചെയ്ത്. ഇതിൽ ഏതിനാ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്? ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ നമുക്ക് എന്തായാലും വെക്കേഷൻ ക്ലാസ് ആയിരിക്കും. ഫാമിലിക്ക് ഞാൻ കുറെ സമയം എടുത്ത് ഏറ്റവും വൃത്തിയായി ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ടൈം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ വെക്കേഷൻ അടുത്ത് നമുക്ക് വെക്കേഷൻ ക്ലാസ് ആയിരിക്കും. രണ്ടാമത്തെ പ്രയോറിറ്റി ഏതിനുള്ളത്? ബാക്കി ഫാമിലി ട്രീ ഉണ്ട്, കമ്മീഷൻ വർക്ക് ഉണ്ട്, എക്സിബിഷൻ ഉണ്ട്. അങ്ങനെ ഫാമിലി ട്രീ, അടുത്തത് ഫാമിലി ട്രീ. അത് കണ്ടു കഴിഞ്ഞാൽ വർക്കുകൾ തനിയെ വന്നോളും എനിക്ക് കോൺഫിഡന്റ് ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ടൊന്ന് ക്ലാരിറ്റി വരുത്താം. അപ്പൊ ആദ്യം പറഞ്ഞത് വെക്കേഷൻ ക്ലാസ് ആണ് ഇമീഡിയറ്റ്ലി വരുന്നത്. ബുക്കിലൊന്നും എഴുതിക്കോ, ഇതെല്ലാം മറന്നു. ഗോള് അടുത്തൊരു 1 year ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെക്കേഷൻ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യണം.
ഫാമിലി ട്രീയുടെ അത് വർക്ക് കംപ്ലീറ്റ് ആക്കണം. കമ്മീഷൻ വർക്ക് ചെയ്യണം. എൻ്റെ അടുത്ത ഒരു വർഷത്തിൻ്റെ അകത്ത് എത്ര കമ്മീഷൻ വർക്ക് ചെയ്യണം എന്നുള്ള നമ്പേഴ്സും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. സാർ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. വെറുതെ പറഞ്ഞോ. അത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷേ അത് ഗോളായി മാറണമെങ്കിൽ അപ്പുറത്തൊരു ഒരു നമ്പർ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം അങ്ങനെ വരികയാണെങ്കിൽ ഒരു 25 ഒരു മാസത്തിൽ 2 വർക്ക് കണക്കാക്കുകയാണെങ്കിലും. ഓക്കെ. ഇതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഫാമിലി ട്രീ ഫോട്ടോ ചെയ്യുന്നതിന് ഒരു ഡെഡ് ലൈൻ ഇടാൻ പറ്റും. ഡേറ്റ്, ചുമ്മാ ഒരു ഡേറ്റ് ഇട്ടോ. ഡേറ്റ് ഇപ്പൊ വെക്കേഷൻ ക്ലാസ് ഉണ്ടല്ലോ, അത് കൂടെ കഴിയണമല്ലോ. അപ്പൊ നമുക്കിനി എന്റെ ഇത് അടുത്തോണം ഓഗസ്റ്റ്. നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ പറയാം. നമുക്കിനി മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചലഞ്ച് ബാച്ച് വരുന്നത് ഫെബ്രുവരിയിൽ തൊട്ടടുത്ത ബാച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഗസ്റ്റിലാണ് വരുന്നത്. ഓഗസ്റ്റ് വെച്ചാലോ? ഓഗസ്റ്റ് ഓണം. അതെ, അതാ ഞാൻ പറഞ്ഞു, ഓണം സെപ്റ്റംബർ. ഇനി വെക്കേഷൻ ക്ലാസ്സിന് പറ്റില്ല. വെക്കേഷൻ ക്ലാസ്സിന് ഇതുപോലെ ഒരു കൺസ്ട്രെയിൻ കൊണ്ടുവരണം. വെക്കേഷൻ ക്ലാസ്സിന്റെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 തരത്തിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് നോർമലി എത്ര ഇൻകം എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് എത്ര കുട്ടികളെ പഠിപ്പിക്കണം, അത് എങ്ങനെ വേണമെങ്കിലും ആക്കാൻ പറ്റും. ഒരു ബാച്ചിൽ എത്ര പിള്ളേര് വേണം, എത്ര ബാച്ച് വേണം, ഏത് ഗോള് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു 10 സ്റ്റുഡന്റ് ആണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. എനിക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ സാർ നമ്മുടെ ഇതിനകത്ത്. വെക്കേഷൻ എന്നാ വരുന്നത്? ഏപ്രിലാണോ ഉദ്ദേശിക്കുന്നത്? ഏപ്രിൽ മെയ്. അത് അവരെയും കൂടെ ഡേറ്റ് നോക്കിയിട്ട് വേണം. അവരെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ ഞാൻ കണ്ടെത്തും. എനിക്ക് വിഷയമില്ല, ഞാൻ ഇരുന്നോളാം. കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ക്യാമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ കണ്ടിന്യൂ ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 30 ക്ലാസ്, അതാണ് എന്റെ ഒരു എയിം. 30 ക്ലാസ്, അതിനകത്ത് ബേസിക് മതി. ബേസിക്, പിന്നെ അടുത്ത സ്റ്റേജിക്ക് അവരെ പോവാനുള്ളൊരു അവര് ഇരിക്കാൻ പാടില്ല. എന്റെ ക്ലാസ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കാതെ അവർക്ക് അടുത്ത പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു മെന്റാലിറ്റി ആക്കണം. അതിനാ സാറിന്റെ ഹെൽപ്പ് വേണ്ടത്. അപ്പൊ ഈ 30 ക്ലാസ്സിനെ 30 സബ്ജക്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സാറൊന്ന് ചാർട്ട് ചെയ്ത് തരണം. പതുക്കെ മതി. നമുക്ക് തന്നെ ചെയ്യാം. ശരി. അല്ല സാറിന്റെ സമയം പറഞ്ഞത് മാത്രം. ഇല്ല, നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആക്കാം. ഇതിനൊരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടി കേട്ടോ. ഇതിപ്പോ നമുക്കൊരു ആർട്ടില് നമുക്കൊരു കാര്യം ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു കമ്മീഷൻ വർക്ക് എടുക്കണം എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിൽ എന്ത് ആക്ടിവിറ്റിയും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഡസ്ട്രിയിൽ അത് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആരാണോ അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഒരു കമ്മീഷൻ വർക്ക് നമുക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ കമ്മീഷൻ വർക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോർട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്ക് നമുക്ക് വർക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് വർക്ക് കൊടുക്കുന്ന സമയത്ത് എൻക്വയറി ഇടുന്ന സമയം മുതൽ അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോട്ട്സ് എഴുതിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് പൈസ ചോദിച്ച് അഡ്വാൻസ് ചോദിക്കുന്നുണ്ടോ, അതിപ്പോൾ എക്സ്ട്രാ സർവീസ് എന്തൊക്കെയാണ്, ബോണസ് വല്ലതും തരുന്നുണ്ടോ, കൃത്യസമയത്ത് വർക്ക്, പിന്നെ പുള്ളി എപ്പോഴൊക്കെയാണ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അങ്ങനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനും ഒരുപാട് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു 4 ലക്ഷത്തിലും അപ്പുറം നിൽക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എമൗണ്ട് അവർ എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. അപ്പൊ ആ പ്രോസസ് എനിക്ക് മനസ്സിലായി. അതിന് കുറച്ച് സ്റ്റെപ്പ്, അത് നോർമൽ നമ്മൾ ഇപ്പോഴത്തെ സ്ട്രക്ചറിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒരിക്കലും ഒരാൾ തരൂല. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ക്ലാസ്സിന് വേറൊരു സ്ട്രക്ചർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം അതെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു സൊല്യൂഷൻ, ഇത് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല, വീഡിയോ കാണുന്നവർക്ക് വേണ്ടി. ഒരു ക്ലാസ് എങ്ങനെ എടുക്കണം എന്ന് അറിയില്ല, ഏറ്റവും ബെസ്റ്റ് പരിപാടി ആ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. മക്കൾ പറയും, ഇന്ന് മാം ഇതാ പഠിപ്പിച്ചേ, ഇന്ന് മാം ഇത്ര രൂപ ഫീസ് ചോദിച്ചു, ഇന്ന് നമ്മൾ അഡ്മിഷൻ ഫീസ് ഇത്രയാണ് കൊടുത്തത്. നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന്. അതങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഏൽപ്പിക്കാനായിട്ട് നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. നമുക്ക് ഈസിയാണ് ഇത് പഠിക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ്, ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ലെവലിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം സർവീസ് സെക്ടറാണത്. ഒരു സർവീസാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ സർവീസ് സെക്ടറിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും കസ്റ്റമൈസിന് എന്താണ് ആവശ്യം അത് ബേസ്ഡ് സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം 100% നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് ഈ സർവീസ് എങ്ങനെ ചെയ്യണം. 10 ദിവസത്തെ ക്ലാസ് നമുക്ക് ചെയ്യാം, 30 ദിവസത്തെ ക്ലാസ് ചെയ്യാം, 2000 ഫീസ് വാങ്ങിക്കാം, 10,000 ഫീസ്, നമ്മുടെ ഇഷ്ടമാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കസ്റ്റമർ എന്താണെന്ന് ആദ്യമായിട്ട് പഠിക്കണം. അതാണ് നമുക്ക് ടൈം എടുക്കേണ്ടത്. അപ്പോൾ ഇനി കുറച്ചധികം ടൈം നമുക്കുണ്ട്. ഏപ്രിൽ വരെ ടൈം ഉണ്ട്. ഇത്രയും മാസം നമ്മുടെ ഫോക്കസ് ഇതായിരിക്കണം. അവിടുത്തെ ഏരിയയിലുള്ള കുട്ടികൾക്ക് വെക്കേഷൻ വരുന്ന സമയത്ത് അവരെത്ര ദിവസം ക്ലാസ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി
നമുക്ക് വരുത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ഐഡിയ വേറെ, അവർ പ്രതീക്ഷിക്കുന്നത് ആ വേറെ. അപ്പൊ അവരെന്താണ് ഉം. പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് ഗ്രാബ് ചെയ്യും. അതിനെന്താ സൊല്യൂഷൻ നമുക്കുള്ളത്? അതിനിപ്പോ കുറച്ചുപേര് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറെ കുട്ടികൾ വരയ്ക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ആദ്യം നേരിട്ട കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ് അവർക്കുള്ളത്. അതായത് മറ്റേ നമ്മളെ മെഷർമെന്റ് പ്രശ്നം, മൂക്ക്, കണ്ണ് ആയിട്ടുള്ള പോർട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അല്ലാത്ത ചെയ്യണമെങ്കിൽ ക്ഷമയില്ല. ഞാൻ എല്ലാവരും പിക്ചർ നോക്കി. അവര് പെട്ടെന്ന് വന്ന് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി വന്നിട്ട് എനിക്കിപ്പോ വരയ്ക്കാൻ തോന്നുന്നു എന്നുള്ള ഒരു മൈൻഡ് കാണിച്ചിട്ട് ഒരു 10-20 മിനിറ്റിൽ ആ പിക്ചർ ഫിനിഷ് ചെയ്യാൻ നോക്കണം. അവർക്ക് നിർത്തി വരയ്ക്കാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. അതൊക്കെ ഒന്ന് തിരുത്തണം. അതൊക്കെയാണ്. അപ്പൊ അവരെ അറിയിക്കുക. എന്നോട് ഇങ്ങോട്ട് കൺസൾട്ട് ചെയ്തവരുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്കുക. എത്ര ദിവസത്തെ ക്ലാസ് ആണ്, അതിലൂടെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരോട് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുക. ഞാൻ ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം. ബുക്കിൽ എഴുതിക്കോ, ഡാറ്റാബേസ്. ആ നമുക്കൊരു ഡാറ്റാബേസ് ആ ക്രിയേറ്റ് ചെയ്യണം. ഉം, സ്റ്റുഡൻസിന്റെ ഡാറ്റാബേസ്, സ്റ്റുഡൻസ് അല്ല, നമുക്ക് എൻക്വയറി ഇട്ടവരുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഉം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒരു വെറുതെ ഒരു കോൾ വരാണ്, പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു കോൾ വരാണ്, ഇങ്ങനെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കോൾ വരാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്, വീട്ടിൽ ഉം, എത്ര പേരുണ്ട്, ഉം, പാരൻസ് എന്താ ചെയ്യുന്നത്, എന്നിട്ട് ഒരു ബുക്കിൽ എഴുതി 1 2 3 എന്നിട്ടിട്ട് എൻക്വയറി വന്നവരുടെ ഫുൾ ഉം, ഡാറ്റാബേസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അത് നമുക്ക് മാക്സിമം എത്രത്തോളം ഡാറ്റ ഉം, കളക്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഡാറ്റ കളക്ട് ചെയ്യാം. എന്ത് ടോപ്പിക്കാണ് പഠിക്കാൻ ആഗ്രഹം? കാർട്ടൂൺ ആണോ, പെൻസിൽ ഡ്രോയിങ് ആണോ, കളറിംഗ് ആണോ, വാട്ടർ കളർ ആണോ, പെയിന്റിംഗ് ആണോ, ചോദിച്ച് മനസ്സിലാക്കാം. എത്ര ദിവസത്തെ ക്ലാസ്സിനായിരിക്കും ബില്ലിംഗ് ആയിരിക്കുക, ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അവർ നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഫീസ് എത്ര. അവർക്ക് അറിയേണ്ട ആവശ്യം ഫീസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയണം, നമ്മളിപ്പോൾ വെക്കേഷനാണ് ക്ലാസ് വരുന്നത്, അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവർക്ക് പറ്റുന്ന പോലെയാണ് നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ആകുമ്പോഴേക്കും ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാം. ഞാൻ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വിട്ടുകളയാം. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഗോളിൽ ഇന്ന് മുതൽ, ഈ ഒരു മീറ്റിംഗ് തീരുന്ന മുതൽ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെ വെക്കേഷൻ ടൈം ആകുമ്പോഴേക്കും മിനിമം 30 സ്റ്റുഡൻസിന്റെ ഡാറ്റാബേസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ എൻക്വയറി ഇട്ട നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ച 30 പേരുടെ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഏപ്രിൽ മാസം നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ തീർച്ചയായിട്ടും 10 സ്റ്റുഡൻസ് അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ? ഓക്കെ മെത്തേഡ് സാർ. മനസ്സിലായി? അല്ലെങ്കിൽ എന്ത് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ. നമ്മൾ ആ നമ്മൾ ഏപ്രിൽ മാസം ആലോചിക്കും ഇനി സ്റ്റുഡൻസ് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ മാസം ഇതിനൊക്കെ വേണ്ടി ആ ഇറങ്ങുന്ന സമയത്ത് 1-2 സ്റ്റുഡൻസ് വന്ന് കയറും. പിന്നെ നമുക്ക് മൊത്തം സ്ട്രക്ചർ മാറും. അപ്പോൾ ആദ്യം ഒരാൾ വരുന്ന സമയത്ത് ആദ്യം മുതൽ വീണ്ടും പഠിപ്പിക്കേണ്ടി വരും. ഇടയിൽ ഒരു സ്റ്റുഡൻറ് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് എഫക്റ്റ് ആവും. അപ്പോൾ ഗോൾ ഇതാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എപ്പോഴാണോ ഏപ്രിൽ മന്ത് നമ്മുടെ വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. അതിനുള്ള സൊല്യൂഷനാണ് ഈ ഡാറ്റാബേസ്. അത് 30 മിനിമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദിവസം 10 പേര് തീർച്ചയായിട്ടും വെക്കേഷൻ വരും. എന്നിട്ട് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ഡാറ്റാബേസ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും. എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എത്ര ക്ലാസ് കൊടുക്കണം, ഏത് ടോപ്പിക്ക് പഠിക്കണം എന്ന് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അതായത് ഒന്നാമത്തെ കോളും 30ാമത്തെ എൻക്വയറും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഗോള് ആണ്. ഈ 30 സ്റ്റുഡൻസിന്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിലായിരിക്കണം. ഉം, ഉം. 30ാമത്തെ സ്റ്റുഡന്റിന്റെ കോള് വരുമ്പോഴേക്കും നമുക്ക് 100% ഐഡിയ കിട്ടും. ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് സിലബസ്, എത്ര ഫീസ് വാങ്ങണം എന്നുള്ള ഐഡിയ കിട്ടും. ക്ലാരിറ്റി വന്നോ? Yes. ഓക്കെ 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 സാർ. ഇനി രണ്ടാമത്തെ കാര്യം, 30ാമത്തെ സ്റ്റുഡന്റിന്റെ കോൾ എത്തും മുമ്പ് നമ്മുടെ അടുത്തൊരു പോസ്റ്റർ സെറ്റ് ആയിട്ടിരിക്കണം. പോസ്റ്റർ യെസ്. പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പോസ്റ്ററിന് ഹെഡിങ് ഇട്ടിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്ന ആളിനെ ഹൈലൈറ്റ് ചെയ്യണം. ആരാണ് പഠിപ്പിക്കുന്നത്, അവരുടെ സോഷ്യൽ മീഡിയയുടെ ലിങ്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ URL ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, പെൻസിൽ ഡ്രോയിങ് ആണ്, അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാർട്ടൂൺ ഡ്രോയിങ് ക്ലാസ് ആണെങ്കിൽ കാർട്ടൂൺ ഡ്രോയിങ് ക്ലാസ് തന്നെ കൊടുക്കുക. പെൻസിൽ ഡ്രോയിങ് ക്ലാസ് ആണെങ്കിൽ പെൻസിൽ ഡ്രോയിങ് കൊടുക്കുക. വാട്ടർ കളർ ആണെങ്കിൽ വാട്ടർ കളറിന് കൊടുക്കുക. എന്നിട്ട് താഴെ ഏജ് ഗ്രൂപ്പ്, ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതും ഡിഫൈൻഡ് ആയിട്ടിരിക്കണം. ഏജ് ഗ്രൂപ്പും ഡിഫൈൻഡ് ആയിട്ടിരിക്കണം. പിന്നെ നമ്മുടെ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ പേര് താഴെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് സുജിത മുരളി എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുക്കണം. താഴെ അഡ്രസ്സ് കൊടുക്കാം. പിന്നെ ഫോൺ നമ്പർ, നമ്മുടെ കോൺടാക്ട്. അത് ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് റെക്കമെൻഡബിൾ. ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ സെപ്പറേറ്റ് നമ്പർ എടുക്കുക. ഈ പേഴ്സണൽ നമ്പറിലോട്ട് ബിസിനസ് കാര്യങ്ങൾ കയറ്റരുത്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് ഒരു സിം എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു നമ്പർ, വാട്സപ്പ് നമ്പർ, സെപ്പറേറ്റ് ഒരു ഫോൺ കോളിന് വേണ്ടി സെപ്പറേറ്റ് നമ്പറിൽ ഇത് ഹാൻഡിൽ ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ബിസി ആവുന്ന സമയത്ത് ആ നമ്പർ വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. പിന്നെ ഫീസ് ഞാൻ എൻ്റെ എനിക്കൊരു മെന്റർ ഉണ്ടായിരുന്നു ബിസിനസ്സിൽ. അദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുക, ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ ചാരിറ്റി ചെയ്യുക, രണ്ടും കൂടി മിക്സ് ആക്കരുത്.
രണ്ട് മോഡില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ പാവപ്പെട്ട കുട്ടികൾ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. മറ്റേ റേഷൻ കാർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇത് അവർ ഇത്ര വരുമാനത്തിൽ താഴെയാണ്. അപ്പോൾ കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ട് പറയാം, ഈ ക്രൈറ്റീരിയ വരുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ചാരിറ്റി ആണെങ്കിൽ 100% ചാരിറ്റി. ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ, ഞാൻ ചെയ്യുന്നുണ്ട് ചാരിറ്റി, പക്ഷെ ഞാൻ പബ്ലിക് ആക്കുന്നില്ല. പക്ഷേ 100% ചാരിറ്റി ആയിരിക്കും. ബിസിനസ് ആണെങ്കിൽ 100% ബിസിനസ്. പൈസ തരാതെ ഒരാൾ പോലും എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊന്ന് ഡിഫൈൻ ചെയ്യണം. എത്ര രൂപയാണ് ഫീ വാങ്ങുന്നത്? ഫീസ് ഒരുപാട് കുറയ്ക്കരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ. കാരണം പൈസ ഉള്ളവർ നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്നത്, അവർ തീർച്ചയായിട്ടും പൈസ തരാൻ റെഡിയാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ആലോചിച്ച് നോക്ക്, എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ കുട്ടീനെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആ കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രാൻഡാ അല്ലേ? ആലോചിച്ച് നോക്ക്, ഒരുവിധം നല്ലൊരു പൈസ ഉള്ള ഒരാള്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഭയങ്കര സക്സസ് ആണെന്ന് സ്വയം വിചാരിക്കുന്ന ഒരാള് അവരുടെ മക്കളെ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നവർ അവരുടെ ബ്രാൻഡ് വാല്യൂ ആണ്. കാരണം അവർക്ക് മറ്റൊരാളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫീസ് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഒരു 100 രൂപ വാങ്ങിക്കുന്ന ഫീസിൽ ഒരാൾ സ്റ്റുഡൻറ് ജോയിൻ ചെയ്യുന്ന ഒരിക്കലും പറയില്ല. പക്ഷേ നല്ലൊരു റേഞ്ചിൽ ഫീസ് വാങ്ങുന്നതിനാണ് അവർ മറ്റുള്ളവർക്ക് പറയും, എൻ്റെ കുട്ടി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, സൂപ്പർ ക്ലാസ്സാണ്, അവിടെ എത്ര ഫീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്കൊരു ബ്രാൻഡാണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബിസിനസ് സൈഡിൽ നമുക്ക് ഒരു ഏകദേശം ഒരു പ്രീമിയം ലെവലിൽ ഫീസ് വാങ്ങിച്ചിരിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് അടുത്തടുത്ത ബാച്ചുകൾ റൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റുകൾ വരും, മെറ്റീരിയൽസ് ചിലപ്പോൾ വാങ്ങേണ്ടി വരും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ കവർ ചെയ്ത് പോകാനായിട്ട് ഒരു ബിസിനസ് സൈഡ് കീപ്പ് ചെയ്തിരിക്കണം. നല്ല രീതിയിൽ നല്ലൊരു ഫീസൊക്കെ പറഞ്ഞ് അഡ്മിഷൻ ഫീസ് വേണമെങ്കിൽ വാങ്ങാം, അത് സെറ്റ് ചെയ്തിരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഏരിയ അങ്ങനെ മിഡിൽ ഏജ് ആണ്, അപ്പം അത്ര മോശമായിട്ടുള്ളവരുണ്ട് എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് എന്റെ പരസ്യം കൂടെയാണ്. ചാരിറ്റി ചെയ്യാൻ എന്റെ റേഷൻ കാർഡ് എടുത്താൽ ഞാനും എനിക്ക് താഴെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അഹങ്കാരമായി മാറും ഞങ്ങളുടെ പരിസരത്ത്. സാർ മനസ്സിലാക്കുമോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്, ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പം എന്താണ്, അങ്ങനെ ചാരിറ്റി ചെയ്താലും അത് അഹങ്കാരമായിട്ട് എടുക്കും. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ചാരിറ്റി എന്നല്ല, നമ്മളെ പോലെ മീൻസ് എവിടെ തിരിയണം എന്ന് അറിയാത്തവർക്കുള്ളൊരു ഹെൽപ്പാണ്. അല്ലാതെ അങ്ങനെ ഫ്രീ അല്ല. ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത കുറെ കുട്ടികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് പ്രകാരം. അപ്പൊ അങ്ങനെയുള്ളവര് ആണ്. പിന്നെ ഇതൊരു പരസ്യമാണ്, ഇതെന്റെ ഒരു ക്ലാസ്, ഇത് എന്റെ ഒരു പരസ്യമാണ്. അപ്പം എന്റെ ഈ പോസ്റ്റ് ഒക്കെ കണ്ടിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്, അതെനിക്ക് യൂസ് ചെയ്യണം. അപ്പോ ഞാനിപ്പോ ഞാൻ അതാണ് പ്രത്യേകം സാർക്ക് പറഞ്ഞത്, ബേസിക്. അപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലാവാൻ ഒന്നില്ല അടുത്ത വെക്കേഷൻ, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട്, അല്ലെങ്കിൽ സൺഡേ ക്ലാസ്. അവർ തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരണം എന്റെ ക്ലാസ് കഴിയുമ്പോൾ. അങ്ങനെ ഒരു എയിമും കൂടെ ഉണ്ട് ഇതിൽ എനിക്ക്. മനസ്സിലായ? അപ്പൊ ഞാൻ എന്റെ ഫീസ് പറയും. മീൻസ് നമ്മളെ ആദ്യം അറിയണമെങ്കിൽ ആദ്യം കയറി ഹൈ ലെവലിന്റെ ഫീസ് പറഞ്ഞാൽ ഈ ഏരിയയിൽ അത് പോസിബിൾ അല്ല. അത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. മീൻസ് ബേസിക് മാത്രമേ നമ്മളിപ്പോ കൊടുക്കുന്നുള്ളൂ. അവർക്ക് ആർട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അവര് വരയ്ക്കുന്നത് കണ്ട് അവരെ പാരന്റ്സ് ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ഒരു സൺഡേ ക്ലാസ് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വെക്കേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഉറപ്പ്. അതിനാണ് സാറിന്റെ സഹായം വേണ്ടത്. അത്ര അട്രാക്ഷൻ ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളും രസകരമായിട്ടും കൊണ്ടുപോകാൻ സാറിന് ചാർട്ട് ചെയ്ത് തരണം. പറഞ്ഞുതരാം. ആ മൈൻഡ് സെറ്റിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഫീസ് ഞാൻ ഹൈ വെക്കണമെന്നല്ല പറഞ്ഞേ. ഫീസ് ഒരുപാട് കുറയ്ക്കരുത്, ചീപ്പാക്കരുത്. സിമ്പിളായിട്ട് ചീപ്പ് ഫീസ് വെക്കരുത്, നിർബന്ധമായിട്ടും വെക്കരുത്. കാരണം ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ മാർക്കറ്റിന്റെ വാല്യൂ. ഇപ്പൊ ആലോചിച്ച് നോക്ക്, എന്നെ പോലെ ഒരു 10,000 പേര് കേരളത്തിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അവരെല്ലാവരും ഇതേ മൈൻഡ് സെറ്റോട് കൂടി 100 രൂപയ്ക്ക് അല്ലെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ 50 രൂപയ്ക്ക് ഓൺലൈൻ ക്ലാസ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡസ്ട്രി എന്താവും എന്നൊന്നും ആലോചിക്കണം. ഇൻഡസ്ട്രി എന്താവുന്ന മാത്രമല്ല, ഫ്യൂച്ചറിൽ ഇതേപോലെ പഠിപ്പിക്കാനായിട്ട് ആർട്ട് ടീച്ചർ അവിടെ നിന്ന് ഒരാൾ ആഗ്രഹിച്ചു വരുന്ന സമയത്ത് അവർക്ക് എന്താണ് എക്സാമ്പിൾ കിട്ടുന്നത് എന്നൊരു റെസ്പോൺസിബിലിറ്റി കൂടി എയിം ചെയ്യുന്ന സമയത്ത് ആർട്ട് ഫീൽഡിൽ നമുക്കുണ്ട്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ഇപ്പൊ മാമിനെ കണ്ടിട്ട് നാളെ ഒരു സ്റ്റുഡന്റ് സെയിം സ്ഥലത്ത് ഒരു ആർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് മാറണം. അതുകൊണ്ടാണ് പറഞ്ഞു ഒരുപാട് ചീപ്പ്, ഒരുപാട് താഴ്ത്തരുത്. അങ്ങനെ താഴ്ത്തണം എന്ന ആഗ്രഹം വരുന്ന സമയത്ത് അത് ചാരിറ്റി ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും, ഇഷ്യൂ ഇല്ല. പക്ഷെ നമ്മൾ വാങ്ങുന്ന ഫീസ് ഒരു മീഡിയം റേഞ്ചിൽ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് കുറച്ചൊന്ന് ക്ലാസ് ആയിട്ട് വാങ്ങാനായിട്ട് പറ്റണം. അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ആർട്ട് തിരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ.
ക്ലിയർ ആണോ ഞാൻ പറഞ്ഞേ? ഈ സെയിം ഓക്കെ. ഡിസ്കഷൻ ഞാൻ പഠിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ നടന്നായിരുന്നു. അത് ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുപോയി. വെറും ഇതുപോലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആൾക്ക് ഡ്രോയിങ് വരയ്ക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, സെല് ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ ആള് തർക്കിച്ചു, ടീച്ചറായിട്ട് തർക്കിച്ചു, മാം എനിക്ക് സെല് ചെയ്യാനായിട്ട് താല്പര്യമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ആർട്ടിന്റെ സെയിൽസിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം മാം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആർട്ടിൽ വന്നു, നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് സെല് ചെയ്യണം എന്നുള്ളത്. അതെന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെല് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ ടൈം സെല്ലിങ്ങിലോട്ട് വേണ്ടി പോകും. അപ്പം നിങ്ങൾ കുറച്ച് ചിത്രം മാത്രമേ വരയ്ക്കുള്ളൂ. അത് ശരിക്കും ആർട്ട് ഫീൽഡിന് കൊടുക്കുന്ന വലിയൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ആലോചിക്കുക, 1000 പേര് ചിത്രം വരയ്ക്കുന്നുണ്ട്, 1000 പേരും ചിത്രം വരയ്ക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ലോകത്തുള്ള ചിത്രങ്ങളുടെ എണ്ണം കൂടി കൂടി ഇങ്ങനെ വരും. മനസ്സിലാവുന്നുണ്ടോ? 10 പേര് ചിത്രം വരച്ച് ലോകത്തുള്ള ചിത്രങ്ങളുടെ എണ്ണം കൂടി 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 വരുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ കുറയും. അപ്പൊ ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ലേൺ ചെയ്തതിനൊപ്പം തന്നെ ഏണിങ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഏൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈം അതിലോട്ട് പോകും. കൂടാതെ ചിത്രം വരയ്ക്കുന്നതിന്റെ എണ്ണം കുറച്ചും കൂടി, ഈ പറയുന്ന നമുക്ക് മണി ഇങ്ങോട്ട് വരുന്തോറും നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും, നമ്മുടെ മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ആവും, നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് പറ്റും, ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ, പ്രീമിയം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഇപ്പുറത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ലേണിങ്ങിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും, ഡ്രോയിങ്ങിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും, ഇമ്പ്രൂവ്മെന്റിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അത് ആർട്ട് ഫീൽഡിനെ ടോട്ടലി ഹെൽപ്പ് ചെയ്യും, അതിനൊരു ടോട്ടൽ ക്വാളിറ്റി വരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതാണ് പറയുന്നത്. ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ ചീപ്പായിട്ട് വാങ്ങരുത്, അത് നമ്മുടെ ബ്രാൻഡിനെ ബാധിക്കും. പിന്നെ ഫ്യൂച്ചറിൽ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഫീസ് പറയുന്നതായിരിക്കും, ഇപ്പോൾ 2000 രൂപ മന്ത്ലി ഫീസ്, കൊച്ചിയിലൊക്കെ നമ്മൾ 2000 ആണ് ഇപ്പോൾ നിലവിൽ മന്ത്ലി ഫീസ് വാങ്ങുന്നത് 4 ക്ലാസ്സിന്. 2000 രൂപ മന്ത്ലി ഫീസ് വാങ്ങാന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ കുട്ടികൾ കിട്ടുന്നില്ല, നിങ്ങളുടെ നാട്ടിൽ അത്രയും ഇത് എടുക്കാനുള്ള കുട്ടികളില്ലെങ്കിൽ 50% ഓഫ് കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം. പക്ഷെ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഈ 50 രൂപ 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നമുക്ക് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ഇഷ്യൂ. പലരും പല അഭിപ്രായം, ഈ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് മാറി ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇവർ കൂടുതൽ ഫീസ്, ചിലപ്പോൾ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് ആർട്ട് സ്കൂൾ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് 50 പേർക്കുള്ള ബിൽഡിംഗ് ഒക്കെ പണിത് ചെയറൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 50 രൂപ ഫീസ് തരുന്ന കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മിനിമം 1500 നമ്മൾ വാങ്ങേണ്ടി വരും. ആ സമയത്ത് 1500 ചോദിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മളെ തള്ളിപ്പറയും. അതാണ് ഇതിന്റെ ബിസിനസ് സൈഡ്. ക്ലിയർ അല്ലേ? പക്ഷെ നമ്മുടെ നമ്പർ അവിടെ കാണിച്ചിട്ടുണ്ടാവണം ഫീസിന്റെ. യെസ്, ആ ഫീ അതൊരു മൈൻഡ് സെറ്റാ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ആണ്, അതൊക്കെ വിട്ടോ. നമ്മൾ ഇപ്പൊ ഒരു ബിസിനസ്സിലോട്ടാണ് കയറുന്നത്. ബിസിനസ്സിലോട്ട് കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എമൗണ്ട് പറഞ്ഞിരിക്കണം. എമൗണ്ട് മുഖത്ത് നോക്കി പറയാൻ പറ്റണം. ഇപ്പൊ എന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് വീഡിയോയിലൂടെ എമൗണ്ട് പറഞ്ഞില്ലേ? ഇത് പറയാതെ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന എനിക്ക്? ഇത് പറയാതെ നല്ല സ്റ്റുഡൻസിനെ എങ്ങനെ കിട്ടുന്ന എനിക്ക്? മുഖത്ത് നോക്കി ഇതാണ് നമ്മുടെ എമൗണ്ട്. അത് എമൗണ്ട് പറയുന്ന സമയത്ത് ആലോചിക്കുക, എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എത്രത്തോളം മെറ്റീരിയലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ എന്റെ ക്ലാസ്സിലോട്ടാണെങ്കിൽ ഫീസ് അടച്ചിട്ട് വന്നിരിക്കുന്നത്, ടൈം ഇൻവെസ്റ്റ്, മെറ്റീരിയലിനൊക്കെ കൂടുതൽ, പൈസനൊക്കെ കൂടുതൽ ടൈം നമ്മൾ കളയുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും. സ്ട്രക്ചർ സിലബസ് ഉണ്ട്. ഈ പഠിപ്പിക്കുന്ന 2 മണിക്കൂർ മാത്രമല്ല, കൂടുതൽ ടൈം അവിടെ അപ്പൊ ഈ ടൈമിനൊക്കെ ഉള്ള വാല്യൂ ആണ് 2 മണിക്കൂറിന് ഒരുമിച്ച് നമ്മൾ വാങ്ങുന്നത്. അപ്പോ ഫീസ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലോട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഭയങ്കര, ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, ഇതുപോലെ പരസ്യമല്ലേ എന്നൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളെ പറഞ്ഞ് ഇതാക്കും. പക്ഷേ ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് നേരെ തിരിയും. കൂടുതൽ സ്റ്റുഡൻസിന് വേണ്ടേ സുജു, അല്ലെങ്കിൽ കൂടുതൽ ഫീസ് തരണ്ടേ സുജു, നമുക്ക് ഈ ഒരു കടം വീട്ടണ്ടേ സുജു, നമുക്ക് ഇങ്ങനെ ഒരു വീട് വെക്കണ്ടേ, അല്ലെങ്കിൽ സുജു നമുക്ക് ഇന്നൊരു കാർ മേടിക്കണ്ടേ, മൈൻഡ് സെറ്റ് നമ്മൾ തിരിച്ചു പറയും. അങ്ങനെ തിരിച്ചു പറയുമ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ ചെയ്തു വെച്ചൊരു സംരംഭവും നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ പറയുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആവും. നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. ഇങ്ങനെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കുറെ ആർട്ടിസ്റ്റുകൾ ദരിദ്രരായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, ഞാൻ പല മണ്ടത്തരങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രീ ആയിട്ട് കുറെ സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അത് ബ്രാൻഡ് ചെയ്യപ്പെടണം. ബ്രാൻഡ് ചെയ്തിട്ട് പറയാ, സാർ ഞാൻ ഈ ഒരു കോഴ്സ്, ഈ ഒരു ഫീസ് ഞാൻ ഈ മണിക്കൂറിന് ഇത്ര രൂപയ്ക്ക് ഞാൻ സ്ട്രക്ചർ ചെയ്തൊരു കോഴ്സാണ്, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഞാനിത് ഫ്രീ ആയിട്ട് തരുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഗിഫ്റ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അത് അവരുടെ ഔദാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസിന്റെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ കുറച്ച് നാളുമ്പോൾ മാറും. എപ്പോഴും നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അവരവിടേക്ക് വരും, ഇത് ഫ്രീ ആണെന്ന് ചോദിച്ചിട്ട്. നമ്മൾ വലിയ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്, നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ഫീസ് വാങ്ങിക്കുമ്പോൾ പറയാം
ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. അഡ്മിഷൻ ഫീസ് ഇത്രയാണ്, മന്ത്ലി ഫീസ് ഇത്രയാണ്, ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 10 സ്റ്റുഡൻസിനെ നമ്മൾ തിരിച്ചത് വിളിക്കും കേട്ടോ. 30 സ്റ്റുഡൻസിന് ഡാറ്റാബേസ് ആയി കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് നമ്മൾ അവരെ തിരിച്ച് അങ്ങോട്ട് വിളിക്കും. ഡാറ്റാബേസ് നോക്കി ഫോൺ നമ്പർ നോക്കി ഓരോരുത്തർ വിളിക്കും. അങ്ങനെയാണ് 10 സ്റ്റുഡൻസിന് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 കോള് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഇവർ നമ്മൾ പറയുന്ന ഫീസിൽ ഇവർ ജോയിൻ ചെയ്യില്ല ഇല്ല എന്നുള്ള ഐഡിയ കിട്ടും. ജോയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്യാൻ പറ്റൂലേ? സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, ഏത് സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നല്ലൊരു പ്രീമിയം ലെവലിൽ ഫീസ് സെറ്റ് ചെയ്യുക. കുറയ്ക്കാൻ എളുപ്പം, കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറയ്ക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം, ചാരിറ്റി പോലെ നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കാം, അതെല്ലാം ഭയങ്കര ഈസിയാണ്. പക്ഷെ വൺസ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. കമ്മീഷൻ വർക്കിന്റെ കാര്യം സെയിം എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ 500 രൂപയ്ക്ക് കമ്മീഷൻ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് വിചാരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 25ഓളം പേർക്ക് നമ്മൾ 500 രൂപയ്ക്ക് കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുത്തു. ഇത് പലരും റഫർ ചെയ്ത് പോകും. റഫർ ചെയ്യുമ്പോൾ ഇവർ പറയുന്നുണ്ടായിരിക്കുക, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പോർട്രേറ്റ് വരപ്പിച്ച് 500 രൂപയാണെന്ന് പറയാം. പക്ഷെ നമ്മളൊരു സമയത്ത് ഇത് കൂട്ടി, നമ്മുടെ ജീവിത ചിലവ് വരുന്ന സമയത്ത് ഒരു സമയത്ത് കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റെഫറൻസ് വെച്ച് പോയ ആൾ നമ്മൾ വിളിക്കും, എൻ്റെ ഒരു ഫ്രണ്ട് കമ്മീഷൻ വർക്ക് എടുത്തായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഫീസ് എത്ര ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയും 2000 എന്ന് പറയും. ഇവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരാലോചിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന് ചെയ്ത് കൊടുത്ത 500 ഇപ്പം എന്നെ പറ്റിക്കാൻ ഇവർ നോക്കാന്നൊക്കെ തോന്നും. അതാണ് ഇഷ്യൂ. അപ്പം ഏറ്റവും ബെസ്റ്റ് പരിപാടി ഒരു ഫീസ് സെറ്റ് ചെയ്യുക. ആ ഫീസിൽ അഡ്മിഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് അടിച്ചിട്ട് അവരെടുത്ത് എന്നിട്ട് പറയണം, ഇതാണ് റിയൽ ഫീസ്. ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ റിയൽ ഫീസ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഓർമ്മയുണ്ട്, ആ ഒരു പാറ്റേൺ ഓർമ്മയില്ലേ? ഇതാണ് റിയൽ ഫീസ്, നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ബാച്ചിന് വേണ്ടി ഞാൻ തരുന്നത്, ഇതാണ് നിങ്ങളുടെ ഓഫർ ഫീസ്, ഇത് ഈ ഒരു ബാച്ചിന് വേണ്ടി സ്പെഷ്യലി തരുന്ന ഒരു ഓഫർ ഫീസ് ആണെന്ന് പറയാം. അപ്പോൾ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾ മറ്റൊരിടത്ത് പറയുമ്പോൾ അവരിങ്ങനെ പറയും, ഇത് സച്ച് സാറിന്റെ ഫീസ് ഇത്രയാണ് വരുന്നത്, അപ്പോൾ പക്ഷേ എനിക്ക് ഞങ്ങളുടെ ഒരു ബാച്ചിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലോട്ട് ഫീസ് വാങ്ങാം, എനിക്ക് വേണമെങ്കിൽ നാളെ അടുത്ത മാസം റിയൽ ഫീസിൽ ഇതെല്ലാം സെല് ചെയ്യാം. ഇത് ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ ബിസിനസിന്റെ കുറെ സെയിൽസിന്റെ കുറെ ക്ലാസ്സുകൾ 1-2 വർഷത്തോളം പഠിച്ചിട്ടുണ്ട്. എനിക്ക് കണക്ഷൻസ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്ന കൂടുതലും ഇമാതിരി കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പഠിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സ്റ്റുഡൻസും ആർട്ട് സ്കൂൾ റൺ ചെയ്യുന്നത്, എനിക്ക് ഫ്രാഞ്ചൈസി ഉണ്ട് കൊച്ചിയിൽ. ഇതൊക്കെ നമ്മുടെ ഡിസ്കഷനിൽ വരും. ഇതൊക്കെ ഇത് നമ്മൾ കുറേ തവണ ഞാൻ ഫെയിലിയർ ആയിട്ടുണ്ട്, ഇതിനകത്ത് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻസ് അതുപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ഒരിക്കലും എൻ്റെ സ്റ്റുഡൻസ് വരുത്തരുതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഞാനെപ്പോഴും ഓരോ പെയിൻ എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ സ്റ്റുഡൻസിന് ആ പെയിൻ വരരുത്. കാരണം എനിക്ക് പെയിൻ കൂടുതൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, കാരണം എനിക്കത് പഠിക്കാം. എൻ്റെ സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ എനിക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. ക്ലാരിറ്റി വന്നല്ലോ അല്ലേ? ഇപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? പിന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ മറന്നുപോയതാണ്. അതായത് എന്റെ പേര് സുജിത എന്നാണ്, ഹസ്ബൻഡിന്റെ പേര് മുരളി, സുജിത മുരളി. അപ്പൊ എനിക്ക് അങ്ങനെ ഈ ആർട്ടിൽ സൈൻ ചെയ്യാൻ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ അതിനിങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് സുജു മുരളി എന്നൊരു ബ്രാൻഡ് ഒരു സൈൻ കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ആർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത് കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ബ്രാൻഡ്, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ബ്രാൻഡ് ആർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ, ഇപ്പൊ എന്റെ പേര് സച്ചിൻ MS എന്നാണ് എന്റെ ഇനീഷ്യൽ. അപ്പൊ ഞാൻ 2014 ആർട്ട് ഫീൽഡിൽ ഇങ്ങനെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. സുജു മുരളി എന്നൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറെ റിസൾട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം സെർച്ച് ചെയ്ത സമയത്ത് സച്ചിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ വെബ്സൈറ്റ് കയറി വരില്ല, കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ MS എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് ഉണ്ട്, MS ധോണി ഉണ്ട്, അതും എനിക്ക് സെർച്ചിൽ കയറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ബ്രാൻഡിന് സച്ചിൻ MS ഇടണ്ട, ആർട്ടിസ്റ്റ് സച്ചിൻ ഇടാന്ന് വെച്ചാൽ. ആർട്ടിസ്റ്റ് സച്ചിനും ചലഞ്ചിങ് ആണ്, ആർട്ടിസ്റ്റും ഒരു കോമൺ കീവേഡാണ്, സച്ചിനും ഹിന്ദിയിൽ ഒരുപാട് പേർക്കുള്ള ഒരു കോമൺ കീവേഡാണ്. പക്ഷെ ഞാൻ അത് ചലഞ്ചാക്കി ഏറ്റെടുത്തു. എന്നിട്ട് ഞാൻ അതിൽ നിരന്തരം വർക്ക് ചെയ്തു. ഞാൻ എല്ലാ വീഡിയോസിലും താഴെ ആർട്ടിസ്റ്റ് സച്ചിൻ എഴുതി കാണിക്കും. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പോഴത്തുള്ള സപ്പോർട്ടൊന്നും ആയിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ. പലരും എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നീ ആർട്ടിസ്റ്റ് നിന്റെ മുമ്പിൽ പേര് ചേർക്കാറായോടാ, നീ എവിടത്തെ ആർട്ടിസ്റ്റ് ആടാ, തെറി വരെ പറഞ്ഞ് മെസ്സേജ് അയച്ചു വിളിക്കണ്ടേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. പക്ഷെ ഞാൻ തീരുമാനിച്ചത്, ഈ തെറി പറഞ്ഞവരെ കൊണ്ട് ഒരു ദിവസം നിങ്ങൾ എന്നെ വിളിക്കും ആ ഒരു പേരിൽ നിന്ന്. ആദ്യമൊക്കെ ഞാൻ പത്രത്തിൽ ന്യൂസ് വരുന്ന സമയത്ത് പല പത്രക്കാരും പറഞ്ഞിട്ടുണ്ട്, നിന്റെ പേരിന്റെ മുമ്പിൽ ആർട്ടിസ്റ്റ് ചേർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് മീഡിയാസിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ ന്യൂസ് വരുന്ന സമയത്ത് ധൈര്യമായിട്ട് അവരിടും. ഞാൻ പറയാം അവരുടെ അടുത്ത്, നിങ്ങൾക്ക് എൻ്റെ ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ പേരിൽ ആർട്ടിസ്റ്റ് എന്ന് ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഇന്റർവ്യൂ ചെയ്യാനോ എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ആ കോൺഫിഡൻസ് കിട്ടിയത് ഇത്ര വർഷം ഞാൻ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു. അപ്പൊ അത് നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മുടെ ബ്രാൻഡ് ഏത് പേരിൽ സെറ്റ് ചെയ്യണമെന്ന് നമ്മളാണ്. അതൊന്ന് ആലോചിച്ചിട്ടൊന്ന് ടൈം എടുക്കും, കാരണം ഇത് വൺസ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റൂല.
ഇപ്പൊ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. അതിൽ വെബ്സൈറ്റ് ഉണ്ടോ, ഇപ്പൊ sujimuruli.com വെബ്സൈറ്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വേറെ സ്കൂളിന്റെ പേരുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ട്വീക്ക് ചെയ്യുന്നത്, ചെറിയ മാറ്റങ്ങൾ വരുന്നത്, എന്നിട്ട് ഒരു പെർഫെക്റ്റ് സാധനത്തിലോട്ട് ഫിക്സ് ചെയ്യുക. നമ്മുടെ സൈൻ ഇടുമ്പോഴും നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ ഇത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറ്റാം. ഇഷ്ടമുള്ള പേര് ചൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് ആർട്ടിസ്റ്റ് സച്ചിൻ. ഞാനത് കണ്ടിന്യൂ ചെയ്യണം. അതിൽ ഞാൻ സക്സസ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേരൊന്നും അവരുടെ പേരിന് മുമ്പിൽ ആർട്ടിസ്റ്റിന് ചേർക്കുന്നുണ്ടായിരുന്നില്ല. അതെനിക്ക് യൂണീക്ക് ഐഡന്റിറ്റി ആയിട്ട് മാറി. ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റാണ്, എനിക്ക് ആർട്ടാണ് ഇഷ്ടം. അതെനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട്. അതെ, ആർട്ടിസ്റ്റ് സുജിത എന്ന് പറയുമ്പോ ഒരു മിക്സ് മാച്ച്. അപ്പൊ ആർട്ടിസ്റ്റ് സുജു എന്ന് പറയുമ്പോൾ പിന്നെ കുറെ മുന്നേ ഏറ്റവും ഇഷ്ടമുള്ളവരെ സുജു തന്നെ വിളിക്കുക. അപ്പൊ എന്റെ ഹസ്ബൻഡ് അതേറ്റവും അതേപോലെ വിളിച്ചത്. അപ്പൊ എനിക്ക് ആ പേരൊന്ന് കൊളുത്തി ഈ ഹാർട്ടില് ടച്ചബിൾ ആയിട്ട്. അപ്പൊ പിന്നെ എം എന്നിട്ടിട്ട് സാറേ സൈൻ നോക്കി അറിയാം. എം എന്നിട്ടിട്ട് ഇങ്ങനെ സുജു എന്നിട്ട് ഒരു ഹാർട്ടും കൂടെ ഉണ്ട് അതിൽ എന്റെ സൈഡിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതൊക്കെ അതുകൊണ്ട് അത് ചൂസ് ചെയ്തത്. തെറ്റത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ശരി സാർ. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിക്കും. ഇപ്പൊ 30 ദിവസത്തെ ക്ലാസ്, 10 ദിവസത്തെ ക്ലാസ്, അത് അവര് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നല്ലേ? അതെ, അവരെടുത്ത് ചോദിക്കണം നിങ്ങൾക്ക് എത്ര ദിവസത്തെ ക്ലാസ് ആണ് വേണ്ടത്. അതിൽ എന്തൊക്കെയാ വേണ്ടത്, നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാന്നുള്ളതും കൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തും. ശരി സാർ. ഞാനത് കഴിഞ്ഞിട്ട് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ സാറെ ഹെൽപ്പ് ചെയ്താൽ മതി. സാറിന്റെ ക്ലാസ് പോലെ ആവണം എന്നാണ് ആഗ്രഹം. മീൻസ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ക്ലാസ്സിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണം എന്നുള്ളൊരു ഇതുണ്ട്, ടെൻഡൻസി ഉണ്ട്. കറക്റ്റ് ആയിട്ട് അത് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് രസകരമായിട്ട് കൊണ്ടുപോകണം എന്നാണ്. കുട്ടികളും അല്ലേ, ആഗ്രഹം അതാണ്. നമുക്ക് നോക്കാം. ഓക്കെ സാർ. ഇനി നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത്, അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേര് ഭയങ്കര ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന മാമിന്റെ പ്രായമുള്ള, ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ആർട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ പല സ്ഥലത്തും പോയി പഠിച്ചിട്ട് കറക്റ്റ് ആവാതായിരിക്കും നമ്മുടെ സ്ഥലത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അവരുടെ അടുത്ത് കറക്റ്റ് ആവുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ. അതെങ്ങനെ നമ്മൾ കറക്റ്റ് ആവാതിരിക്കുക? എനിക്ക് തോന്നിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ഇല്ല. എവിടെ പോയാലും നമ്മൾ കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ എത്ര ചെറിയ ക്ലാസ്സിനകത്ത് നിന്നിട്ടും ഇപ്പൊ സച്ചിൻ സാർ പറയുന്നത് പോലെ വിശദീകരിച്ച് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരാൾ പറഞ്ഞു തരണമെന്നില്ല. പക്ഷെ അവർക്ക് അറിയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ ഞാനിവിടെ കറക്റ്റ് ആവാതിരിക്കില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ ഫീസ് അത് തന്നിട്ടിരിക്കുമ്പോ എനിക്ക് ഇപ്പൊ സാറ് ഒരു ഓഫർ തന്നിട്ടാണ് ഞാൻ ഇതിൽ കയറി വന്നത്. ചിലപ്പോ സാറ് ഓഫർ തരാണ്ട് 10,000 പറഞ്ഞാലും ഞാൻ ചെയ്യും. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അത് ഉറപ്പാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു ഫീസ് എനിക്ക് തന്നല്ലോ, ആ ഫീസിനുള്ള വാല്യൂ ഇപ്പോ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ കൂടി ആ ഫീസിനുള്ള വാല്യൂ തിരിച്ചു കിട്ടിയായിരുന്നോ? പിന്നെ അതിലെന്താ സംശയം? ഞാൻ പറയട്ടെ, ഞാൻ സാറിന്റെ അടുത്ത് വോയിസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിലെ 2,000 രൂപ 3 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, പേയ്മെന്റ് മാത്രം ചെയ്യാനുള്ളൂ. അപ്പോഴാണ് എന്റെ ഫോണ് ഞാൻ ആ ഒരു ഫ്രണ്ടിന് ഞാൻ നമിക്കണു. ആരാണെങ്കിലും, അതായത് അവര് ആ ഹാക്ക് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ സാറിലോട്ട് വന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും അവരോട് നന്ദിയാണുള്ളത്. എല്ലാവരും അവരെ ചീത്ത വിളിക്കുക ചെയ്യുക, ഇവിടെ ചെയ്തു വെച്ച കാര്യം കൊണ്ട് ഞങ്ങളുടെ കൂടെ ലൈഫ് പോയി അങ്ങനെ ഞാൻ നമിക്കുകയാണ്. ശരിക്കും സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് അവർ ആ സമയത്ത് ചെയ്ത് എന്റെ നമ്പർ ബ്ലോക്ക് ആയതുകൊണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇരുന്നപ്പോ ശരി സാർ ഞാൻ വേറൊരു സത്യം പറയാം. സാറിന്റെ ക്ലാസ്സിൽ ഞാൻ 25,000 ഫീസ് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ആ വീഡിയോ കാണുന്നത്. ഉള്ളത് പറയും. ഞാൻ ആലോചിച്ചു. ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, 25,000 എന്റെ കയ്യിലില്ല, അത് ഉറപ്പുള്ള കാര്യം. അപ്പൊ ഞാൻ ആ 25,000 ഒരു വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും, ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്റ്റിച്ച് ചെയ്യുന്നതെന്നും മറ്റേ പെയ്ഡ് വർക്ക് അങ്ങനെയുള്ള എല്ലാം കൂടെ സാറിന്റെ ഫീസ് അറിയാം. ആദ്യം എന്റെ മനസ്സിൽ 25,000, അത് ഒരു മാസത്തിന് കേട്ടോ. ഈ ലൈഫ് ലോങ് ക്ലാസ് ഒന്നും ഇതൊക്കെ എനിക്ക് ബോണസ് എന്ന് പറഞ്ഞാലും പോരപ്പോ, എന്താ പറയാ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. അപ്പൊ ആ 25,000 രൂപ ഞാൻ ഒരു വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും സേവ് ചെയ്തതിനു ശേഷം ആ അടുത്ത വർഷം ഇതേപോലെ സാറിന്റെ അടുത്ത് വന്നിട്ട് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. അതായത് ഒരു വർഷം സാർ എനിക്ക് പെട്ടെന്ന് എടുക്കാനുണ്ടാവില്ല, പക്ഷെ ഞാൻ എപ്പോഴായാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് സാറിന് ബുക്ക് ചെയ്ത് വെക്കുക, സാറോട് സംസാരിച്ച് ബുക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് ഉണ്ടാക്കിയതിനു ശേഷം സാറിന്റെ ക്ലാസ്സിൽ കയറുക. ഈ ഒരു എയിമിലാണ് ആ വീഡിയോ കാണുന്നത്. അങ്ങനെ ഉള്ള ഒരാൾക്ക് ഈ ഫീസും ഈ ലൈഫ് ടൈം ഉള്ള ഗ്രൗണ്ട് സപ്പോർട്ട്, റെക്കോർഡ് വീഡിയോസ്, സാറേ ഞാൻ എന്താ പറയാ,
ലോട്ടറി തന്നെ പറയാം. സത്യമായിട്ട് എന്റെ കാര്യങ്ങൾ ഞാൻ എന്നെ വിശ്വസിച്ചിട്ടില്ല. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ സാറും ഞാനും ഫേസ് ടു ഫേസ്, ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാണ്. അതായത് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കുന്നൊക്കെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാം. ഒരു കാര്യം നിരന്തരമായിട്ട് ആ ഒരു ശരിക്കും അത് ഇത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞത് എന്റെ ഈ കോഴ്സിൽ വന്നിട്ടാണ്. എനിക്കറിയില്ല, സാർ ചിലപ്പോ എന്താ പറയാ ഈ വീഡിയോ കാണുന്ന വേറൊരാള് സാറെ പുകഴ്ത്തുകയാണെന്നോ അല്ലെങ്കിൽ സാർ എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ, എനിക്കറിയില്ല. പക്ഷെ എന്റെ ഇതാണ് സത്യം. ആർട്ടിസ്റ്റ് സച്ചിൻ എന്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു, അത് എനിക്ക് ഞാൻ നേടി. അപ്പൊ അത് തന്നെ ഞാൻ പ്ലസ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിൽ എന്റെ പരമാവധി അധ്വാനം, സമയം, ഡെഡിക്കേഷൻ, ഇനി അതിന്റെ പേരുകൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ഇതിൽ തന്നിരിക്കുന്നു, ഉറപ്പാണ്. ഞാൻ എന്ത് നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാനത് അവിടെ ഇരിക്കും. ഞാൻ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ആർട്ടിലേക്ക് വന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഗുരു മതി. അപ്പൊ അത് ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് തന്നെയാണ് സാർ. അത് ആർക്കും അങ്ങനെ ഇല്ല, കിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യെസ്, ഇപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ഗോൾസ് മറക്കണ്ട. എനിക്ക് ഓക്കെ. സന്തോഷം കിട്ടുന്നത് നമ്മുടെ ഇല്ല സ്റ്റുഡൻസ് ഇല്ല. അച്ചീവ്മെന്റ്സ് എടുക്കുമ്പോഴായിരിക്കും. അതിലോട്ട് വർക്ക് ആ ചെയ്യുക. ഞാനും ഒന്ന് പേഴ്സണലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. വീക്കിലി മീറ്റിലോട്ട് വരുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് എൻ്റെ അടുത്ത് സംസാരിക്കാം കേട്ടോ. സ്റ്റുഡൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീക്കിലി മീറ്റിലൊക്കെ ഞാനായിട്ട് ഡിസ്കസ് ചെയ്യാം, ക്ലാരിറ്റി വരുത്താം. തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ഗോള് എനിക്ക് ആ ബാച്ചിൽ 10 സ്റ്റുഡൻസിനെ കാണണം, വെക്കേഷൻ ബാച്ചിൽ. ഓക്കെ സാർ. ഞാൻ അതിനുവേണ്ടി ഇന്ന് മുതൽ തന്നെ ട്രൈ ചെയ്യാം. ഞാനൊരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യണം. ഞാനത് വിചാരിച്ചതാണ് ഈ പെയ്ഡ് വർക്കിന്റെ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് ഞാനെല്ലാം ഫോണിലൂടെ തന്നെയാണ് ചെയ്യുക. അതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കാനൊന്നും എന്റെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം മാക്സിമം ഫോണിലൂടെ തന്നെയൊക്കെയാണ് ഞാൻ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ സാറിന്റെ അനുവാദത്തോടു കൂടി ആർട്ടിസ്റ്റ് സുജു മുരളി എന്നിട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് പ്രശ്നമുണ്ട്. അത് ഞാൻ തന്നെ ഒന്ന് ഉൾക്കൊള്ളട്ടെ, അതിനുശേഷം അത് ചെയ്തു തുടങ്ങാം. സ്റ്റുഡന്റ് എന്തായാലും ഞാൻ ഇനി അതിനു വേണ്ടിയുള്ള അധ്വാനമാണ്. സാറ് പറഞ്ഞ പോലെ അറ്റ് എ ടൈം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് വരും, സബ്ജക്ട് ഏതാണെന്ന് അറിയില്ല, നമ്മൾ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, ഏത് ദിവസം തുടങ്ങണമെന്ന് അറിയില്ല. അവരും കുറെ ഡേറ്റുകൾ പറയും, ഇന്ന് തുടങ്ങിയാൽ പോരെ എന്ന് നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആകും. അപ്പൊ സാർ പറഞ്ഞ ഈ ഐഡിയ നല്ലതാണ്. കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസം മുമ്പ് നമ്മൾ അതിലേക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സമയമാകുമ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അത് ഒരുപാട് താങ്ക്സ്. അത് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളായതുകൊണ്ട്, അറിയില്ല, അതുകൊണ്ട് അത്ര തന്നെ. പിന്നെ സാർ ഒരു ഗോളും കൂടെ ഉണ്ട്. എനിക്ക് ആർട്ടിലേക്ക് ഒരുപാട് പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കുറെ മെറ്റീരിയൽ ഒക്കെ വാങ്ങിച്ചത് ഞാൻ സ്റ്റിച്ചിങ്ങിലൂടെയാണ്. അപ്പോ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് ലാസ്റ്റ് നമ്മള് ഫോട്ടോ ടു ഫേസ് അതിലെനിക്ക് സ്വിമ്മിങ് മിഷൻ ചെയ്യണം. അതിന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒന്ന്. പിന്നെ ഒരു ഗോളും കൂടെ ഉണ്ട്, ഞാൻ വിട്ടുപോയതാണ് ഇവിടെ പേജിൽ എഴുതിയപ്പോ എനിക്ക്. പിന്നെ എന്നെ ഈ നാട്ടില് കുറെ പേര്, ഞാൻ സാറിനോട് അന്നൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അഹങ്കാരി, വരയ്ക്കുന്ന അഹങ്കാരി എന്നൊരു പേരുണ്ട് എനിക്കിവിടെ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല. ഞാൻ വരയ്ക്കുന്നത് ആരോടും അങ്ങോട്ട് കയറി പറഞ്ഞ ആളാവാനും ശ്രമിച്ചിട്ടില്ല. എന്നെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളൂ, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഡെയിലി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ കേട്ട ഒരു പേരാണ്. അപ്പൊ അതിന് ഞങ്ങളുടെ പരിസരത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പോ ആ ക്ഷേത്രത്തിന്റെ ഒരു പിക്ക് എനിക്ക് ഒരു A3 സൈസിൽ ചെയ്തിട്ട് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. അതിന് സാർ ഹെൽപ്പ് ചെയ്യണം. അതിന്റെ ടിപ്സ് ഒക്കെ പറഞ്ഞത് അത് നമുക്ക് അതന്നെ മാസ്റ്ററിലോട്ട് വരുമ്പോ മതി. അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ ധൃതി വെക്കുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് ഈ പറഞ്ഞവരൊക്കെ ഞാൻ കൊടുത്തതാണെന്ന് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണണം. അതൊരു പബ്ലിക് പ്ലേസ് ആണ്, എനിക്ക് അതല്ലാതെ വേറെ എവിടെയും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുള്ളൊരു ഐഡിയ ഞാൻ കണ്ടെത്തിയതാണ്. പിന്നെ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തതിൽ ഞാൻ ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് ജഗദീശന്റെയും കൂടെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുന്നു സാറെപ്പോൾ ഒരു ഗുരു തന്നതിന്. അതിനുള്ളൊരു സമർപ്പണം കൂടിയാണ്. അത് ഞാൻ ആദ്യം വിചാരിച്ചത് ദക്ഷിണയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോൺസർ ആയിട്ടൊക്കെയാണ്. പക്ഷെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം, ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ, ഇതുവരെ ആരും ചെയ്തിട്ടില്ല ക്ഷേത്രത്തിന്. അപ്പൊ ഞാൻ ആ ആർട്ടിലൂടെ തന്നെ ഈശ്വരനെ സമർപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഒന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ ഗോൾ. എല്ലാ ഗോളും പെട്ടെന്ന് തന്നെ അച്ചീവ് ആവട്ടെ. അല്ല, എനിക്ക് ധൃതിയില്ല സാർ, എനിക്ക് ചെയ്യുന്നത് വൃത്തിയായി ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. ഈ ക്ഷേത്രത്തിന്റെ പിക്ചറൊക്കെ എനിക്ക് അത്രയും വൃത്തി, കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നും പറയാൻ പാടില്ല. അതില് എല്ലാവരും അറിയണം, ആരാ വരച്ചെന്ന് ചോദിക്കണം, ഞാനാണെന്ന് അറിയണം. എന്നെ നേരത്തെ കളിയാക്കിയവര് മുമ്പിൽ എനിക്ക് നിൽക്കണം. അതൊരു വലിയ ആഗ്രഹമാണ്. കാരണം ഒരുപാട് ഞാൻ നന്നായി വിഷമിച്ചു. ഞാൻ ഇങ്ങനെയൊന്നും അല്ല, സാറിന് പോസ്റ്റ് കാർഡ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത്.
ഞാൻ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെസ്പാകും. എനിക്ക് ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ സങ്കടം വരും. ഏഹ് എനിക്ക് അല്ല, ഭയങ്കര വിഷമമാണ്. കാരണം ഞാനിത് ഏറ്റവും എന്താ പറയാ, ദൈവികമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തെ കുറിച്ച് അത്രയും വില കുറഞ്ഞ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയുക, അത് കേൾക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമുക്കത് എനിക്കറിയില്ല അതെങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു അത് വേർഡും കൂടി അങ്ങോട്ട് പറഞ്ഞിട്ട് പറയും. ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാം. അതായത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റെ കാര്യം ആലോചിച്ചു കേട്ടോ. 2 ലക്ഷത്തോളം ഉം. ഫോളോവേഴ്സും അതിന്റെ അപ്പുറം കാണുന്ന വീഡിയോ വ്യൂവേഴ്സും പറയുന്ന തെരുവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ലോകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അതിൽ ആർട്ടിനെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ആർട്ടിനെ ഇഷ്ടപ്പെടാത്തവരും പല ടൈപ്പ്. അത് പല കൾച്ചറിന്റെ ഭാഗമായിരിക്കും, അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗം, പല ടൈപ്പ് ആൾക്കാർ. ഇനിയിപ്പോൾ ചില ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ ഈ ടോപ്പിക്കിൽ വരയ്ക്കാൻ പാടില്ല, ഈ കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ തന്നെ തർക്കം നടക്കുന്നുണ്ട്. ഇന്ന രീതിയിൽ വരയ്ക്കണം, ഈ രീതിയിൽ വരയ്ക്കാൻ പാടില്ല, ഈ സ്റ്റൈൽ വേണം, മറ്റേ സ്റ്റൈൽ വേണം. അപ്പം ഇതിൻ്റെ ഇടയിലാണ് നമ്മളും വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് ഗ്രോ ചെയ്തെന്ന് കാണുന്ന പോയിന്റ് മുതൽ നമുക്ക് നെഗറ്റിവിറ്റീസ് എല്ലാം ഉണ്ടാവും. അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട കാര്യം മറ്റുള്ളവർ എന്തും നമ്മളെ പറഞ്ഞോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, മറ്റുള്ളവർ എന്തും നമ്മളെ പറഞ്ഞോട്ടെ, നമ്മുടെ അടുത്ത് എന്താണ് പറയുന്നത്, അവിടെയാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സിലാവുന്നത്. മറ്റൊരാൾ നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്താണ് നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് ആലോചിക്കുക. അതിനോട് ചേർന്ന് നമ്മുടെ അടുത്ത് നെഗറ്റീവാണ് പറയുന്നത്, അത് പോസിറ്റീവാണ് പറയുന്നത്. മറ്റൊരാൾ നേരെ തിരിച്ചും. ഇതൊരു സക്സസ്, എൻ്റെ ഈ ഒരു ജേണി ഏകദേശം ഞാൻ എല്ലാ സ്റ്റേജും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ പോസിറ്റീവായിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന സമയത്തും അവിടെയും വലിയതായിട്ട് സൂക്ഷിക്കണം. മറ്റൊരാൾ നമ്മൾ ഒരുപാട് പുകഴ്ത്തി പറയുമ്പോഴും പോസിറ്റീവായിട്ട് പറയുന്ന സമയത്തും നമ്മുടെ മൈൻഡ് നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്, അതും ഇമ്പോർട്ടൻ്റാണ്. അവിടെ നമ്മൾ അഹങ്കാരിയാവുകയാണോ ചെയ്യുന്നത്, അത് നമുക്ക് വേറെ നെക്സ്റ്റ് ലെവലോട്ട് നമ്മൾ ഗോൾ വെച്ച് മുന്നോട്ട് പോവുകയാണോ ചെയ്യുന്നത്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ബാക്കി എല്ലാം വിട്ടോ. 10 പേര് 10 അഭിപ്രായം പറയും. നമ്മുടെ മൈൻഡ് എന്താണ് നമ്മുടെ അടുത്ത് നിരന്തരം, എന്നിട്ട് അതൊന്നും മോണിറ്റർ. ഇത് നമുക്ക് മൈൻഡ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താനും പറ്റും. ഇതൊരു ജേണിയുടെ ഭാഗമാണ്. മൈൻഡ് നെഗറ്റീവായിട്ടാണ് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രാക്ടീസ് വഴി നമുക്കിതെല്ലാം മാറ്റം വരുത്തി ഫുൾ പോസിറ്റീവ് ആക്കാനായിട്ട് പറ്റും. മൈൻഡ് ഇപ്പോൾ ഫുൾ ടൈം നമ്മളെ പുകഴ്ത്തി, അതും ഡേഞ്ചറാണ്. മൈൻഡ് നമ്മുടെ അടുത്ത് പറയാം, നിങ്ങൾ അടിപൊളിയാണ്, നീ ഭയങ്കര ആർട്ടിസ്റ്റ് സെക്ഷനാണ്, നീ മറ്റേ ആർട്ട് ഫീൽഡിൽ നമ്പർ 1 ക്ലാസ് എടുക്കുന്നതാണ്. അത് പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല, നമുക്ക് നെക്സ്റ്റ് സ്റ്റൈലിലോട്ട് പോകാൻ പറ്റും. ഇപ്പം ഈ മൈൻഡിനെ നമ്മുടെ മൈൻഡ് വോയിസ് എന്ന് പറയും, മെന്റൽ വോയിസ്. മൈൻഡ് വോയിസിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. നമ്മുടേതായ രീതിയിൽ ഇതിനെ ട്രെയിൻ ചെയ്യിക്കണം. ഇതിനെ ട്രെയിൻ ചെയ്യിച്ചാൽ എന്താ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കും, പക്ഷെ നമ്മുടെ മൈൻഡിലോട്ട് കയറൂല. നമുക്ക് അവിടെ വെച്ചൊരു ബ്ലോക്ക് ഇട്ടിട്ട് മൈൻഡിലോട്ട് കയറുന്നത് മൊത്തം നമ്മുടെ മൈൻഡ് വോയിസ് പറയുന്നത് മാത്രമായിരിക്കും. മറ്റുള്ളവർ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് മാത്രം എടുത്ത് നമ്മുടെ മൈൻഡ് വോയിസ് അവിടെ റിഫ്രഷ് ചെയ്ത് മൈൻഡിലോട്ട്. മറ്റുള്ളവർ കുറേ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കുറ്റം പറയുന്നവർക്കും ചിലപ്പോൾ നല്ലൊരു പോയിന്റ് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റും. നല്ല പോയിന്റിൽ വരുന്ന സമയത്ത് നല്ലതാണെങ്കിൽ എൻ്റെ മൈൻഡ് വോയിസ് അത് മനസ്സിലാക്കി തിരുത്തി അത് എന്നെ എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ ഇത് മാത്രം ചിന്തിച്ചാൽ മതി. എന്താണ് നമ്മുടെ മൈൻഡ് നമ്മുടെ അടുത്ത് പറയുന്നത് നിരന്തരം. ഇപ്പോൾ ഡെയിലി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ റിഫൈൻ ചെയ്തെടുക്കുക. അതിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ, നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ റിഫൈൻ ചെയ്തെടുക്കുക. അതിൽ ഒരു ടൂൾ നമുക്ക് വേണ്ടത് ഗോളാണ്. ആലോചിച്ച് നോക്കി, ഈ ഗോളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇതെല്ലാം കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും? ഇമ്പോസിബിളാണ്. നമുക്ക് ഡ്രീംസ് ഇല്ലെങ്കിൽ, നമുക്ക് ഗോൾസ് ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ക്ലാരിറ്റി വരില്ല. ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എന്ത് മെഷർമെന്റ് വെച്ച് നല്ലതാണോ ചീത്തയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ ആദ്യം ഗോള് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറേ സ്റ്റുഡൻസുമായിട്ട് ഇതുപോലെ 1 to 1 കംപ്ലീറ്റ് ആക്കി. എല്ലാ സ്റ്റുഡൻസിനും ഞാൻ അവസാനം ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ചോദിക്കുന്ന ചോദ്യം, എന്താണ് നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ ഗോൾ എന്നാണ്. ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ, അത് സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കില്ലും നമ്മുടെ മൈൻഡ് സെറ്റും ഇമ്പ്രൂവ് ആകുക. ഈ വിത്തൗട്ട് ഗോൾ രണ്ടും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈഫ് ടൈമിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. കാരണം ചിലർക്ക് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് 5 വർഷം എടുക്കും, 10 വർഷം എടുക്കുകയും 1 മാസം കൊണ്ട് അച്ചീവ് ചെയ്യും, ഒരാഴ്ച കൊണ്ട്, 1 ദിവസം കൊണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻസിന് ഒരു ടൈം കൊടുത്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് മാത്രം ചിന്തിച്ചാൽ മതി. എന്താണ് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ അടുത്ത് പറയുന്നത്, ധൈര്യമായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഓൾറെഡി ഏണിംഗ് ചെറുതായിട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ബിസിനസിന്റെ സൈഡ് ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം ഞാൻ പലപ്പോഴും ബിസിനസ് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പല സ്റ്റുഡൻസിൻ്റെ അടുത്ത് ബിസിനസ് സംസാരിക്കാറില്ല. കാരണം പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഒരു ലെവലിലോട്ട് വന്നത് നമ്മുടെ മൈൻഡിന്റെ ക്വാളിറ്റിയാണ്. നമ്മളത് ചിന്തിക്കുന്നുണ്ടല്ലോ. ആർട്ട് ക്ലാസ് നടത്താൻ പറ്റും എന്നത് വരെ ചിന്തിച്ചത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ ഒരു ലെവലിലെത്തി. ഇനി ഡൗൺ ആവരുത്, ഇനി മുന്നോട്ട് പോവാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് എക്സാമ്പിൾ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഒരുപാട് സന്തോഷം. ഞാൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും അച്ചീവ്മെന്റ് ആയിട്ട് മുന്നോട്ട് വരെ വീക്കിലി മീറ്റിംഗ് നമുക്ക് നേരിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.
ശരി സാർ, എനിക്ക് ഇതിനു വേണ്ടി സാറിന്റെ വിലപ്പെട്ട ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. സാറിന്റെ എല്ലാ സ്റ്റുഡന്റിനും ഇതേപോലെ അച്ചീവ്മെന്റ് ഉണ്ടാവട്ടെ, സാർ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഒരുപാട് താങ്ക്സ്. താങ്ക് യു. ശരി.